الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله حمدا يوافي نعمه ويكافي مزيده حمدا يفوق حمد الحامدين وشكرا يزيد على شكر الشاكرين أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله صلى الله عليه وسلم وعلى آله وصحبه. أشهد يا رسول الله أنك قد بلغت الرسالة وأديت الأمانة ونصحت الأمة وجاهدت في الله حق جهاده وتركتهم على المحجة البيضاء وصلى الله تعالى وسلم وبارك وترحم وتحنن عليك يا سيدي يا رسول الله. أما بعد كلام قديم لا يمل سماعه تنزه عن قول وفعل ونية به أشتفي من كل داء ونوره دليل لقلبي عند جهلي وحارتي ويا رب متعني بشر حروفه ونفر به سمعي وبصري ومقلتي. ആദരണീയരായ പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങൾ, സഹോദര സഹോദരിമാരെ, രക്ഷിതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഇവിടെ നടത്തപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു തആലയുടെയും അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും പരിപൂർണ പൊരുത്തത്തിലാക്കി തരട്ടെ. ഈ സദസ്സിന് വേണ്ടി പ്രവർത്തിച്ചവർ, അതിൽ സഹകരിച്ചവർ, അതിൽ സഹായിച്ചവർ, ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ, ഇപ്പോൾ പങ്കുകൊണ്ട നമ്മളെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ലോകത്തും നമ്മളെയും നമ്മുടെ മാതാപിതാക്കന്മാർ, സഹോദര സഹോദരിമാർ, സന്താനങ്ങൾ, നമ്മുടെ ശിഷ്യന്മാർ, നമ്മളോട് വസിയത്ത് ചെയ്തവർ, നമ്മളെ സഹായിക്കുന്നവർ, നമ്മളോട് സഹകരിക്കുന്നവർ എല്ലാവരെയും അല്ലാഹു തആല ഈ ലോകത്തും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അതുപോലെ ധാരാളം രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, പലതരത്തിലുള്ള പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടിയൊരു സഹസായത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മളെയും അവരെയും അല്ലാഹു ആഫിയത്തിലാക്കട്ടെ. സർവ്വ പരീക്ഷണങ്ങൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പ്രയാസങ്ങളും മനപ്രയാസങ്ങളും ഉണ്ടാവും. ഒരാൾക്ക് മറ്റൊരാളത് കണ്ടറിയാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയാവുന്നവനാണ്. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഹൈറാൻ നിലക്കുള്ള സലാമത്ത് നമ്മൾക്കും നമ്മളെല്ലാം ഈ പറയപ്പെട്ട എല്ലാവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളുടെ പരലോക ജീവിതം അല്ലാഹു തആല സന്തോഷകരമാക്കി തരട്ടെ. നമ്മുടെയും അവരെയും പാപങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു തരട്ടെ. നമുക്കുള്ള ജോലികളിൽ, തൊഴിലുകളിൽ, നമുക്കല്ലാഹു നൽകിയ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. നമ്മളെ കുട്ടികൾക്കും നമുക്കൊക്കെ തന്നെ അല്ലാഹു നാഫിയായ പരലോകത്ത് ഉപകരിക്കുന്ന അറിവ് അല്ലാഹു നൽകട്ടെ. തന്നതായ അറിവുകളെല്ലാം അല്ലാഹു തആല എൻ്റെ അടുക്കൽ ഫലപ്പെടുന്ന രീതിയിൽ അല്ലാഹു ആക്കി തരട്ടെ. ഇനി ഇരിക്കാൻ സ്ഥലമുണ്ടെങ്കിൽ, പുറത്തുള്ളവർക്കും കൂടി കടന്നിരിക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടുത്തടുത്ത് ചെന്ന് കൊടുക്കും. സദസ്സിന് ഇരിക്കുമ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ട്. കുറഞ്ഞ വിഷയങ്ങൾ മാത്രം, സമയം വളരെ വൈകിയിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ സ്മര്യ പുരുഷൻ അഥവാ ഷെയ്ഖ് മുഹമ്മദ് ഹാജി വലിയുവ ഖദ്ദസുല്ലാഹു തആല സുബ്ഹാനഹു, അല്ലാഹു തആലയാണ് എല്ലാത്തിൻ്റെയും കാരണക്കാരനെങ്കിലും നമ്മളെ ഈ ഒരുമിച്ച് കൂടലിന് പ്രത്യക്ഷത്തിലുള്ളതായ കാരണം നമ്മുടെ നാട്ടിൽ ജനിച്ചതല്ല, മറ്റൊരു സ്ഥലത്ത് ജനിച്ചു, ഇവിടെ വന്ന് താമസാക്കി, നിങ്ങളുടെ നാട്ടിൽ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹാനാണ് നമ്മളിപ്പോൾ ഈ ഒരുമിച്ച് കൂടലിനും ഈ വേദിക്കൊക്കെ കാരണം.
അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദർജയെ അള്ളാഹു തആല ഉയർത്തി കൊടുക്കട്ടെ. അവരുടെ പരമ്പരകളും അവരുടെ മശായിഖന്മാരും അവരെ മാതാപിതാക്കന്മാർ അവർക്കുള്ളതായ പരമ്പരകളൊക്കെ തന്നെ എല്ലാവർക്കും അള്ളാഹു തആല സന്തോഷവും ബറക്കത്തും റഹ്മത്തും അള്ളാഹു തആല ഏറ്റി കൊടുക്കട്ടെ. അവർക്ക് ഗുരുത്വവും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ഇനി ഈ സദസ്സിലെല്ലാ മഹാന്മാരെയും സാന്നിധ്യമുണ്ട്. എല്ലാവരെ പറ്റി നമ്മൾ പറഞ്ഞതാണ്. അവരൊക്കെ ഗുരുത്വങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നൽകട്ടെ. അവർക്കൊക്കെ അള്ളാഹു തആല പദവികൾ ഉയർത്തി കൊടുക്കട്ടെ. അവരൊക്കെ ഇഷ്ടത്തിലായി ജീവിച്ചു മരിക്കാൻ നമുക്കും നമ്മളോട് കുടുംബങ്ങൾക്കും നമ്മളോട് ബന്ധപ്പെട്ടവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഇതിപ്പോൾ ചെറിയ സമയമാണ്, എല്ലാവർക്കും ഇപ്പോൾ തിരക്കുണ്ടാവും. എന്നാൽ നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അന്നാസു നിയാമുൻ ഇതാ മാത്തു ഇന്തബഹു. എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി അതിൻ്റെ ഇടയിൽ വേറെ ഒന്നും പറയണം. ഇത് ഈ സംസാരം കഴിയുന്നത് നിങ്ങൾക്ക് വേണ്ടി പറയാം, എൻ്റെ ആഗ്രഹം പൂർത്തിയാക്കിയല്ല, മറിച്ച് നിങ്ങൾക്ക് ഫലപ്പെടാൻ വേണ്ടിയിട്ട് അത് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്ക് അന്നാസു നിയാമുൻ ഇതാ മാത്തു ഇന്തബഹു. മനുഷ്യരൊക്കെ ഉറക്കിലാണ്. ഇതാ മാത്തു, മരിക്കുമ്പോൾ എല്ലാവരും ഉണരും, ബോധം തെളിയുന്നു. നമ്മളൊക്കെ ഇപ്പോൾ ഉറക്കിലാന്നാണ് തിരുമേനി പറയുന്നത്. നമുക്ക് ഉറക്ക് എപ്പോഴാണ് തെളിയുക? നമുക്ക് റൂഹ് അങ്ങ് പിരിയുമ്പോൾ എല്ലാവർക്കും തിരിയും, ഉണരും. എപ്പോഴാണ് ഉണരുക? അപ്പം നമ്മൾ ഉറക്കിലാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ സമയവും നമ്മുടെ ജീവിതവും നമ്മുടെ അധ്വാനവും നമ്മുടെ സന്താനവും നമ്മുടെ സമ്പത്തും ഇതൊക്കെ നമുക്ക് ഫലപ്പെട്ടതാണോ അല്ലേ എന്നുള്ള ആ വോട്ടിങ്ങിൻ്റെ ഫലം അറിയൽ റൂഹി പിരിഞ്ഞതിൻ്റെ ശേഷം അറിയും. അപ്പം നമുക്ക് അനുകൂലമായി എല്ലാം നമുക്ക് അനുകൂലമായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. ഇതൊന്നും ചിലപ്പോൾ നാളെ ഉണ്ടായിക്കോളുമെന്നില്ല. ഉദാഹരണത്തിന് ഒന്നെൻ്റെ സംഭവം ഞാൻ നിങ്ങളെ മുന്നിൽ വെക്കുകയാണ്. മഹാനായ അബൂ യസീദുൽ ബസ്താമി റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവത്തിലുണ്ട്. ഒരാൾ വളരെ ദോഷിയായി ജീവിച്ചു. അവസാനം കുറേ കാലം അങ്ങനെ ജീവിച്ചതിന് ശേഷം അയാൾക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് വിരമിക്കണമെന്നുള്ള ആഗ്രഹം തോന്നി. പശ്ചാത്തപിച്ച് മടങ്ങാൻ ആത്മജ്ഞാനികളുടെ നേതാവായ ബസ്താമി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദറത്തിൽ പോയി. അപ്പോൾ സംസാരിച്ച സമയത്ത് എന്താ എൻ്റെ പണിയെന്ന് ചോദിച്ചപ്പോൾ മുമ്പ് പറഞ്ഞത്, ഇത് വേറെ ആളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഖബറ് മാന്തി ജീവിക്കലേ. എല്ലാവരും ശ്രദ്ധിക്കണം. മൂമിനായ ആൾക്കാർ പള്ളിക്കണ്ടിയിൽ ശ്മശാനത്തിലും മൂമിനികളെ മറവ് ചെയ്താൽ ആ മറവ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാരങ്ങ് പിരിഞ്ഞാൽ അയാൾ പോയി ഖബറ് മാന്തും, എന്നിട്ട് ആ പുട എടുത്തിട്ട് കൊടുക്കും, അത് വിറ്റിട്ട് ജീവിക്കും. അങ്ങനെ ജീവിക്കലായിരുന്നു ആദ്യകാലത്തിൻ്റെ പണി. കുറേ മാന്തി കഴിഞ്ഞപ്പോൾ അയാൾക്കൊരു ബോധം വന്നു, ഇനിയിപ്പോൾ എനിക്കും കിടക്കേണ്ടിയിരുന്നില്ലേ. അങ്ങനെയാണ് ആൾക്ക് ബോധോദയം വന്നുകൊണ്ട് അയാൾ ആത്മീയ ഗുരുവിൻ്റെ അടുക്കൽ ഇരുന്നത്. അപ്പോൾ ചോദിച്ചു, ഇനി എത്ര ആളെ ഖബറ് മാന്തിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ? അപ്പോൾ പറഞ്ഞു, ഞാൻ 1000 ആൾക്കാരെ ഖബറ് മാന്തിയിട്ടുണ്ട്, ഓരൊക്കെ പുട എടുത്തിട്ടുണ്ട്, വസ്ത്രം, കഫംപുടി. അപ്പോൾ മൂപ്പര് ആത്മജ്ഞാനിയൊക്കെ അങ്ങനെയാണല്ലോ, മുമ്പ് ഈ ഭൗതിക കാര്യങ്ങളല്ല, ഒരു അതിൻ്റെ ഉള്ളിൽ നിന്ന് പഠിക്കാനുള്ളത് പഠിക്കാൻ. മൂപ്പര് ചോദിച്ചു, സാധാരണ മോമിനികൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നയങ്ങളൊക്കെ കൊണ്ടുവെക്കുക, കിബിലൻ്റെ ഭാഗത്തേക്ക് മുഖം തിരിച്ചിട്ടാണ് ജനാസ വെക്കുക. അപ്പോൾ അവർ ചോദിച്ചു, നീ 1000 ആൾക്കാരെ ഖബറ് മാന്തിയിട്ട് എത്ര ആളെ മുഖമാണ് കിബിലൻ്റെ ഭാഗത്തൊക്കെ ഉള്ളത്? അപ്പോൾ അവൻ്റെ മറുപടി, ഒരാളത് മാത്രമേ കണ്ടിട്ടുള്ളൂ. നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞവർക്കൊക്കെ ഈ വെക്കുമ്പോൾ വാതക ഇവിടെ ഒരുമിച്ച് കൂടി ആണിനും പെണ്ണിനും വെക്കാം. നമ്മളിപ്പോൾ ഒരു മയ്യത്ത് മറവ് ചെയ്യുമ്പോൾ ആളെ മരിച്ച്, ഇപ്പോൾ സാധാരണ ഇപ്പോൾ എല്ലാവരും കണക്കൂട്ടല്ല, എത്ര വട്ടം മയ്യത്ത് നിസ്കാരം നടന്നു, അല്ലെങ്കിൽ എത്ര ആൾക്കാർ നിസ്കരിച്ചു, ഇതായിരിക്കുമ്പോൾ നമ്മൾ കണക്ക് പറയും. അങ്ങനെയൊക്കെ നിസ്കരിച്ചു. അതിൻ്റെ ഓർമ്മ 70,000 തേരിയിലും ചെല്ലി, 3ഉം കഴിച്ച്, വാവിച്ചും കഴിച്ച്, 20, 40ഉം കഴിച്ച്, കഴിക്കാനുള്ളടത്തോളൊക്കെ കഴിച്ചു. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എന്ത് ചെയ്യാം, മൂപ്പരെ റെഡിയാക്കി ഖബറിൽ നിർത്തണം. ഇങ്ങനത്തെ ഖബറ് മാന്തി വെക്കുന്ന സമയത്ത് അയാളെ മുഖം കിഴക്ക് ഭാഗത്തേക്കാണ് തിരിച്ചു വെച്ചതെന്നാണ് പറയുന്നത്. 1999 ആളത് പറയപ്പെട്ട 1000 ആൾക്കാർ ഈ രീതിയിൽ ജനാദൊക്കെ നിസ്കരിച്ച് കൊണ്ടുപോയി മറവ് ചെയ്തതാണ്. ഇതെന്ത് സംഭവിച്ചത് അള്ളാഹു തആല ബലാരും മൂമിനീങ്ങളല്ല. നമ്മളെ കാനേശുമാരിയിലും റേഷൻ കാർഡിലൊക്കെ ഇയാൾ മുസ്ലിം ആയിരിക്കും, മുഹമ്മദും പോക്കിലും ഒക്കെ. അള്ളാഹു തആലാന്റെ ഹദറത്തിൽ മൂമിനല്ല. അതുകൊണ്ട് ഇപ്പം എൻ്റെ മുഖം കിവിലേക്ക് വെക്കരുത്, തിരിച്ച് കിഴക്കോട്ട് മാറ്റി വെക്കാൻ വേണ്ടി അള്ളാഹു മലക്കളെ ഏൽപ്പിച്ച് മറച്ചു വെച്ചു. അപ്പം നമ്മളെ ദൃഷ്ടിയിൽ നമ്മളെ കണക്കിൽ 1000 ആൾക്കാർ മുഅ്മിനാണെങ്കിൽ അള്ളാഹു തആലാന്റെ കണക്കിൽ ഒരാൾ മാത്രമേ മുഅ്മിനുള്ളൂ. ഇതൊന്നും ഒരുമിച്ച് കൂടി നമുക്കല്ല, ഞാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ബാധക. ഇന്നിപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടിയാൽ വളരെ നല്ലതായ മുഅ്മിനീങ്ങളുടെ രൂപത്തിലാണ്. ഇതുപോലെ ആയിക്കണമെന്നില്ല. നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, യുഹ്ശറൂന അലാ നിയ്യാതിഹി, അവൻ ഉള്ളിലുള്ള താല്പര്യങ്ങൾ എന്തോ ആ രീതിയിലാണ് ഓരോ മനുഷ്യനെയും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടുക. ഇതാണിപ്പോൾ ഖബറിലും കണ്ടത്.
പുറത്ത് നിസ്കാരത്തിലും ചിലപ്പോൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവും. പക്ഷേ മരിക്കുന്ന സമയത്ത് ഉണ്ടായി പോയിട്ടുണ്ട്, ഈമാൻ ഉയരപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മളിപ്പോഴും വാപ്പ മുസ്ലിമാന്നായിരിക്കും വിചാരിക്കുന്നത് വെച്ചാൽ അള്ളാഹിന്റെ അടുക്കൽ ആ വാപ്പ മുസ്ലിമല്ല. നമ്മൾ ഉമ്മ മുസ്ലിമായിരിക്കും വിചാരിക്കുന്നത് വെച്ചാൽ ഉമ്മ മുസ്ലിമല്ല. അല്ലെങ്കിൽ മകൻ മുസ്ലിമാന്നാ വിചാരിക്കും മകൻ മുസ്ലിമല്ല, ഈമാൻ ഉയരപ്പെട്ടു. മഹാനായ നമ്മുടെ 4ാമത്തെ ഇമാം സയ്യിദുന അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കഥയിൽ കാണാം. അദ്ദേഹം മഹാത്മാക്കളിൽ വളരെ ഉന്നതനാണ്. 4 ഇമാമിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ വളരെയധികം ശ്രേഷ്ഠമുള്ള ആളാണ്. നാളെ മഹ്ശറിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി സിറാത്തുൽ മുസ്തഖീമിൽ വെച്ചുകൊണ്ട് ശുപാർശ ചെയ്യുന്ന മഹാനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു. ഇങ്ങനത്തെ അഹ്മദ് ബിൻ ഹംബൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് തൻ്റെ പുത്രനും മുഹദ്ദിസീങ്ങളുടെ നേതാവുമായ അബ്ദുല്ലാഹി ബിൻ അഹ്മദ് റളിയല്ലാഹുവിനെ ചൊല്ലിക്കൊടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വാപ്പുക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സക്രാത്തുൽ മൗത്തിന്റെ ആ മരണവെപ്രാളത്തിൽ വാപ്പുക്ക് ചൊല്ലി കൊടുത്തപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ ഇല്ല. അപ്പം മകന്റെ പ്രയാസം നേരിട്ട് മകൻ മനസ്സിലാക്കിയപ്പോൾ എന്താ ചെല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ വാപ്പ എന്ന് പറഞ്ഞപ്പോൾ അപ്പം ലാ എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലൂല എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ഇത്രയും പുണ്യവാളനായ ഒരാൾ ഈ സമയത്ത് ഇങ്ങനെ ആയല്ലോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് മൂപ്പര വിഷമത്തിൽ നിൽക്കുമ്പോൾ ബാപ്പക്ക് സക്കറാത്ത് തെളിഞ്ഞു. തെളിഞ്ഞതിന് ശേഷം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനോട് പുത്രൻ ചോദിച്ചു, അല്ല ബാപ്പ ഞങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ മരണ സമയത്ത് പറഞ്ഞെന്ന് നിങ്ങളില്ലാന്ന് പറഞ്ഞെന്താ? മോനെ ഞാനത് എന്നോട് പറഞ്ഞതല്ല, എൻ്റെ അടുത്ത് ഇബ്ലീസ് വന്നു ഞാൻ മരിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് ഇബ്ലീസ് എന്നിട്ട് പറഞ്ഞു, എൻ്റെ അഹമ്മദേ ഇത്രയും കാലം ഞാൻ എൻ്റെ പേർ കൂടിയിട്ട് എനിക്ക് എന്നെ ചെയ്യാൻ കഴിയില്ല, നീ എൻ്റെ ഒക്കെ ഒന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ ഓരോട് പറഞ്ഞല്ല രക്ഷപ്പെട്ടു എന്ന് പറയാനായില്ല. ഇബ്ലീസിന് അങ്ങനെ പണി, ഒരു ഭാഗത്തോട് കയറി വെക്കും, അതിനെ തോൽപ്പിക്കാൻ കഴിയില്ലേ വേറൊരു ഭാഗത്തോട് കയറും. അപ്പോൾ അഹ്മദ് ബിൻ ഹംബലിൻ്റെ അവസാനം വരെ പേപ്പിക്കാൻ പരാജയപ്പെടുത്താൻ കഴിയാതെ വന്നപ്പോൾ പിന്നെ വേറൊരു പണി നോക്കി അങ്ങനെ വലുതാക്കുക. വല്ലാത്ത ആളാണ് വേണത്, ഇത്ര കാലം ഞാൻ എന്നെ സ്വീപാക്കിയിട്ട് ഇനി എൻ്റെ ഒക്കെ ഒന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ചില ആൾക്കാരുടെ കൂടെ ഉള്ളു ചേർക്കും, ഞാൻ തരക്കേടില്ല എന്ന് തോന്നും. പക്ഷെ മഹാത്മാക്കളതിൽ കൊടുക്കൂല. അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല രക്ഷപ്പെട്ടു എന്ന് പറയാനായില്ല, എൻ്റെ റൂഹ് പോയില്ല. രക്ഷയോടുകൂടെ റൂഹ് പിരിഞ്ഞെങ്കിലേ എൻ്റെ ഹിതേന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാൻ കഴിയുള്ളൂ എന്നാണ് അഹ്മദ് ബിൻ ഹംബൽ ആരോട് പറഞ്ഞത്? ഇബ്ലീസിനോട് പറഞ്ഞു. ഈ ഇബ്ലീസിനോട് പറഞ്ഞ വാക്ക് മോനെ ഇനി കേട്ടുപോയതാണ്, അല്ലാതെ ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് മടക്കിയില്ല എന്ന് പറഞ്ഞു. സംഭവം എന്തിനാ പറഞ്ഞത്? ഇത്രയും ശ്രേഷ്ഠമായൊരു മഹാന് മരണസമയം ഇത്രയും പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്താ ചെയ്യുക? ഇബ്ലീസ് എന്താ അത് അപ്പം കൈവൊന്നും കിട്ടൂല, അത് ഉണ്ടാക്കി വെക്കണം. അതാ പറഞ്ഞ അന്നാസുനിയാമുൻ ഇതാ മാത്തു ഇന്ദബഹു, മരിക്ക് നേരം ബോധം തുള്ളിയും. ഇപ്പൊ ഞാൻ ഇതൊന്നും പറയാൻ അമ്പക്കും വെക്കൊന്നും തിരിയില്ല, അതൊക്കെ ഇപ്പൊ അങ്ങനെ പറയാന്നല്ലാണ്, അങ്ങനൊക്കെ ആവുമോ എന്നൊക്കെ അയ്യും ചിന്തിക്കാം. ഇത് തിരിയപ്പോൾ റോളി പെരിയുടെ സമയത്ത് ഇന്ദബഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ജനങ്ങളെ ശരിക്കും ചിന്തിക്കണം. നമ്മളെ ഭൗതിക ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ സൈഡ് ജീവിതം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാന ജീവിതം പരലോക ജീവിതമാണ്. അദ്ദുന്യ മദ്റഅത്തുൽ ആഖിറ, ഈ ഐഹിക ലോകം നമ്മുടെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇത് പരലോകത്തിൻ്റെ പാരത്രിക ലോകത്തിൻ്റെ ഒരു കൃഷിസ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ വിജയം സമ്പാദിക്കാനുള്ളതായ ഒരു ഭൂമിയാണ്. അതേസമയത്ത് പാരത്രിക ജീവിതം ഇല്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു ജീവിതം തന്നെ. അങ്ങനത്തെ ആൾക്കാർ ജീവിക്കുന്നത് പോലെ നമ്മളും ജീവിച്ചാൽ നമ്മളെ ശ്വാസം പോകുന്ന സമയത്ത് പിന്നെ നമുക്ക് യാതൊരു അങ്ങാടുമില്ല, ഒന്നും പോകാണ്ടാവില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇപ്പൊ ഇതുപോലത്തെ ഒരു സദസ്സ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ഇന്നലില്ലാഹി മലായികത്തൻ സയ്യാരി, അല്ലാഹു തആലക്ക് സഞ്ചാരികളായ ഒരു വിഭാഗം മലക്കുകൾ അവർ ഈ ലോകത്തുനിന്ന് ആകാശ ലോകത്തുനിന്ന് ഇറങ്ങിയിട്ട് ഈ ഭൂമി ലോകത്ത് കൂടെ സഞ്ചരിക്കുന്ന എന്തിനാ? അല്ലാഹു തആലാന്റെ സ്മരണ എവിടെങ്കിലും ഉണ്ടോ, അത് നടത്തപ്പെടുന്ന വേദികളുണ്ടോ എന്ന് അറിഞ്ഞുകൊണ്ടാണ് അവർ നടക്കുന്നത്. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടതായ ഒരു സദസ്സ് അവർ കണ്ടാൽ ആ സദസ്സിൽ അവർ പങ്കുകൊള്ളും. ഇങ്ങനെ അട്ടിയായി നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, എല്ലാവർക്കും ഉൾക്കണ്ണുള്ളവർക്ക് കാണാനും കഴിയും, മൽക്കളെയൊക്കെ കാണാം. അങ്ങനെ ആകാശം വരെ ഇവരിങ്ങനെ സഫായിരുന്നു. ഈ സഫായി സദസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ പുരയിൽ കഴിക്കും പോകും, മൽക്കൾ നേരിട്ട് അള്ളാന്റെ ഹദറത്തിലേക്ക് പോകും. മലവുല്ലാന്ന് അവർക്ക് അറിയാം, അള്ളാന്റെ അത്യുന്നത സഭ പാർലമെന്റ്, എപ്പോഴും അള്ളാന്റെ കൂടെ ജീവിക്കുന്നവരാണ് മലക്കുകൾ. അങ്ങനെ അള്ളാഹു തആലാന്റെ ഹദറത്തിലെത്തുമ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ എവിടെ പോയിരുന്നു? അള്ളാഹ്ക്ക് അറിയാത്തത് കൊണ്ടല്ല, നേരിട്ട് അവരെ വായിൽ കൂടെ നമ്മളെ റിപ്പോർട്ടൊന്നും അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ചോദിക്കുക, നിങ്ങൾ എവിടെ പോയി? ഞങ്ങൾ ഇങ്ങനെ ഭൂമി ലോകത്ത് പോയി. എവിടെ? ഇവിടെ തന്നെ തൊടുപുഴായിക്കോട്ടെ, മുതലകരായിരിക്കും. അങ്ങനെ എന്നിട്ട് എന്തേ പാടാം? അവിടെ എൻ്റെ അടിമകൾ എന്നെങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്താ അവർ ചോദിക്കുന്നത്?
അപ്പോൾ അള്ളാഹു തആല ചോദിക്കും, ഇന്നേനെ പോലും കണ്ടിട്ടുണ്ട്? നേരിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഞാൻ ഈ പറയുന്നത് പോലെ ചർച്ച. അങ്ങനെ അള്ളാഹു ചോദിക്കും മലക്കുകളോട്, ഇന്ന പോലും കണ്ടിട്ടുണ്ട്? അന്നാട്ട് കണ്ടില്ല. കാണാത്ത എന്നെ ഇവർ ഈ രീതിയിൽ സ്മരിക്കുകയാണ്, എന്നെ കണ്ടാൽ എന്തേക്കും മലക്കൾ പോലെ സ്ഥിതി, ഇതിനേക്കാൾ കൂടുതൽ നമ്മളെന്ന് വലുതാക്കാണ് അള്ളാഹു മലക്കളെടുക്കൽ. എന്നിട്ട് പിന്നെ എന്താണ് അവർ ആവശ്യം? അപ്പോൾ പറയുന്നു, അവര് അള്ളാഹുവിനോട് പൊറുക്കലിന് തേടും, എന്നോട് അവർ പൊറുക്കലിന് തേടുന്നു, എൻ്റെ സ്വർഗത്തിന് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ അള്ളാഹു തആല ചോദിക്കും, എൻ്റെ സ്വർഗ്ഗം കണ്ടിട്ടുണ്ട്? കണ്ടില്ല. കാണാത്ത സ്വർഗം പോലും ഇങ്ങനെ കൂടിയിരുന്ന് ചോദിക്കുകയാണെങ്കിൽ കണ്ടാൽ എന്തേക്കും സ്ഥിതി? മലക്കളൊന്ന് വീട്ടിലാക്കുക, മലക്കൾ സ്ഥിരമായിട്ട് സ്വർഗം കണ്ടോല. അപ്പോൾ നിങ്ങൾ കണ്ടോന്ന് ഒരു കണ്ടിട്ടില്ല, എന്നിട്ട് പോലും ഇങ്ങനെ ചോദിക്കുന്നു. അപ്പം മലക്കൾ പറയും, ഇതിനേക്കാൾ കൂടുതൽ അവർ അതിനു വേണ്ടി പ്രയത്നിക്കുകയും ചോദിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ ഉഷ്ഷിദുക്കും മലായികത്തി, മലക്കുകളെ ഞാൻ നിങ്ങളെ സാക്ഷിയാക്കുന്നത്, വജബ്തു അലൈഹിമുൽ ജന്ന, ആ സദസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ സ്വർഗം നിർബന്ധമാക്കി. ഇങ്ങനെ ഞങ്ങളോട് കടന്നിരിക്കാൻ പറയുന്നു. നിങ്ങൾ അപ്പുറത്ത് വേലിക്കിരുന്ന സദസ്സ് കൂടില്ല. ആ സദസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും വജബ്തു അലൈഹിമുൽ ജന്ന, സ്വർഗം ഞാൻ നിർബന്ധമാക്കി. അല്ലാഹുവിന്റെ റസൂൽ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേട്ടപ്പോൾ മയക്കൊക്കെ തന്നെ അത്ര ഒരു അങ്ങനൊന്നും നിർബന്ധമാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവരെല്ലാവരും അതിനൊന്നുമില്ല. മലക്കൾ പറയും, ഇവരൊക്കെ എന്നെ സ്മരിക്കാനോ എന്നെ വിചാരിച്ചിട്ടും വന്നാലോ ഒരു പല പരിപാടിക്ക് വന്നുകൊണ്ട് കുറിയുടെ പൈസ ഇട്ടാനുണ്ടാവും, പൂള കിച്ച പൈസ വാങ്ങാനുണ്ടാവും, മറ്റോട് കടം കൊടുത്ത് കിട്ടാനുണ്ടാവും, പല ആളെല്ലാവരും കൂടും. അപ്പം ഒന്ന് കാണാം. അന്നേക്ക് വന്നവരുണ്ട്. എല്ലാവരും അള്ളാനെ ഓടിച്ചോ അള്ളാന്റെ ദിക്റിനെ മാനിച്ചോ ഒന്നും വന്നവരല്ല. അതുകൊണ്ട് എല്ലാവർക്കും സ്വർഗം നിർബന്ധമാക്കേണ്ടതില്ല എന്ന് മലക്കളൊന്നും അങ്ങോട്ട് പറയും. അപ്പൊ അള്ളാഹു പറയുന്നു, ഹുമുൽ ജുലസാൻ, ഓരൊരു സദസ്സിൽ ഇരുന്നവരാ, ലാ യഷ്കാ ജലീസുഹും, അവരെ കൂടെ ഇരുന്നവർ പരാജയപ്പെടൂല. അള്ളാഹു തആല ഇഷ്ടപ്പെട്ട ഒരു സദസ്സിൽ ഇവർ കൂടിയിരുന്നവരാണ്. അതുകൊണ്ട് ഒരാൾ ഓലെ കൂടെ ഇരുന്നിട്ട് അയാൾ പരാജയപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഉഷ്ഷിദുക്കും മലായികത്തി, ഞാൻ നിങ്ങളെ സാക്ഷിയാക്കിയാണ്, വജബ്തു അലൈഹിമുൽ ജന്ന, അവർക്കെല്ലാവർക്കും ഞാൻ സ്വർഗ്ഗം നിർബന്ധമാക്കി. കണ്ടെങ്കിൽ ഒരാൾ 60 100 വയസ്സ് ജീവിച്ച് ഒരു ആയുസ്സിൽ ചിലപ്പോൾ അയാൾക്ക് നേടാൻ പറ്റാത്തത് ഒരൊറ്റ സദസ്സ് അള്ളാഹ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അവന് നേടാൻ കഴിയും. അതാണ് ഇത്യാദി സദസ്സിന്റെ പ്രത്യേകത. എവിടെയായാലും പറ്റിയ അള്ളാഹ് സ്വീകരിക്കുന്ന, അള്ളാഹു തആല സ്വീകരിക്കുന്ന സദസ്സായിക്കണം. വീണ്ടും ചോദിക്കും, എന്തിനെ തൊട്ടാണ് അവർ കാവൽ ചോദിക്കുന്നത്? നിന്റെ കോപത്തിനെ തൊട്ടും നരകത്തിനെ തൊട്ടും. നരകയിനെ അവർ കണ്ടിട്ടുണ്ടോ? അള്ളാഹു ചോദിക്കും, ഇല്ല, കണ്ടില്ല. കാണാത്ത നരകത്തിനെ തൊട്ട് ഈ തരത്തിൽ അവർ കാവൽ ചോദിക്കുന്നതിൽ കണ്ടാൽ എന്തായിരിക്കും സ്ഥിതി? ഇതിനേക്കാൾ കൂടുതലായിട്ട് ഒരു കാവൽ ചോദിക്കും. അപ്പൊ അള്ളാഹു പറയും, ഞാൻ നിങ്ങളെ സാക്ഷിയാണ്, അവരൊക്കെ എല്ലാവർക്കും ഹറംതു അലൈഹിമുൻ നാർ, നരകം ഞാൻ അവർക്കെല്ലാവർക്കും നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ മലക്കൾ വീണ്ടും പറയും, അങ്ങനൊന്നും പാടൊന്നുമില്ല, അവരത്ര ഗൗരവത്തിൽ അത് പരിഗണിച്ച് വന്നവരല്ല, അന്നപ്പോ കൂടുതലൊന്നാൾ കൂടട്ടെ എന്ന് വിചാരിച്ചിരുന്നവരാണ്. അതുകൊണ്ട് എല്ലാവർക്കും നരകം നിഷിദ്ധമാക്കേണ്ടതില്ല എന്ന് പറയുമ്പം ഇതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന വാക്കാ, ഞാനല്ലത് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം പറയും, ഇതിനെ ഉമുൽ ജലസാൽ, ഓരൊരു സദസ്സിൽ ഇരുന്നവരാണ്, ലാ യഷ്കാ ജലീസുഹും, ഓലെ കൂടെ ഇരുന്നവർ പരാജയപ്പെടുകയില്ല, പരാജയപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഹറംതു അലൈഹിമുൻ നാർ, അവർക്കെല്ലാവർക്കും ഞാൻ നരകം നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഇത് സ്വന്തം ജീവിതം മുഴുവൻ ഒരാൾ അമൽ ചെയ്താലും ചിലപ്പോൾ ഇത് നേടിക്കൊള്ളണമെന്നില്ല. ഇതൊരു സദസ്സിന്റെ പ്രത്യേകത. ചിലപ്പോൾ നമ്മൾ കാണുന്ന കൂട്ടത്തിൽ നമ്മളെ പരിഗണനയിലൊന്നും വരുമില്ലെങ്കിലും ചിലപ്പോൾ അള്ളാഹ് സ്വീകരിച്ച ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടാവാം, ഒരു കുട്ടിയോ ഒരു പെണ്ണോ ഒരു വൃദ്ധനോ ഒരു രോഗിയോ. നമ്മൾ പരിഗണിച്ചോളണമെന്നില്ല, അള്ളാഹിന്റെ അടുത്ത് ചിലപ്പോൾ പരിഗണിക്കപ്പെടും, അങ്ങനത്തെ ആളുണ്ടാവും. അതുകൊണ്ട് ഈ സദസ്സംഗം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇത് വിജയമാണ്. അതുകൊണ്ടാണ് ഇത്തരം സദസ്സിൽ കടന്ന് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ അവിടുന്ന് മൂലയിൽ തന്നെങ്കിലും ഇത് ചെല്ലാൻ കഴിഞ്ഞില്ലേ, സദസ്സ് പങ്കെടുത്താൽ തന്നെ പദവി ഉണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ദിക്റിന്റെ മഹത്വങ്ങൾ വളരെ അധികമാണ്, കൂടുതൽ നമുക്ക് നീട്ടിപ്പറയേണ്ട. സദസ്സിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. രണ്ടാമതായി ഹുബ്ബു ദിക്റില്ലാഹി, അല്ലാഹു തആലാന്റെ സ്മരണ ഒരാൾക്ക്, ദിക്ർ ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് അലാമത്ത് ഹുബ്ബില്ല, അള്ളാഹിനോടുള്ള സ്നേഹത്തിന്റെ ലക്ഷണമാണ്. ബുഗ്ദു ദിക്റില്ലാഹി, അള്ളാഹിന്റെ ദിക്റിനോട് ഒരാൾക്ക് വെറുപ്പ് വരുന്നുണ്ടെങ്കിൽ അത് അലാമത്ത് ബുഗ്ദില്ല, അല്ലാഹു തആലാനുള്ള വെറുപ്പിന്റെ അടയാളമാണ്. നമുക്കൊരാൾക്കിപ്പോ ദിക്റിനോ അലർജി അങ്ങനെ ഉണ്ടാവില്ല. പല ആൾക്കാർ ആടെന്തോ ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്, അതിന് ബന്ധു പങ്കെടുക്കുക, അങ്ങനെ ചിലർ പറയാം ദിക്റിനെ പറ്റി. റസൂലുള്ളാഹി പറയുന്നത് അല്ലേ, ലോകഗുരു ആരാ? മുഹമ്മദ് നബി അല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരി ഏത് തെറ്റ് ഏതെന്ന് പഠിപ്പിക്കേണ്ട ആളെ അങ്ങനെ ആളെ പറഞ്ഞു. ആ ആള് പറയുന്ന ഹദീസാണ് എന്നത് അലാമത്തു ഹുബ്ബില്ല, അള്ളാഹിനോട് സ്നേഹമുണ്ട് എന്നതിന്റെ ലക്ഷണമാണ് അലാമത്തു എന്ത് ഹുബ്ബു ദിക്റില്ലാഹി, അല്ലാഹു തആലാന്റെ ദിക്റിനോടുള്ള സ്നേഹം. അതേ സമയത്ത് അള്ളാഹുവിനോട് വെറുപ്പാണ് എന്നതിന്റെ അടയാളമാണ്
എന്ത് മൂന്ന് ദിക്രില്ല, അള്ളാഹു തആലയുടെ സ്മരണ, അള്ളാഹിന്റെ ദിക്റിനോട് വെറുപ്പുകയാണ് ചെയ്യുന്നത്. നിസ്കരിച്ചത് കൊണ്ട് മാത്രമായില്ല, നോമ്പ് നോറ്റത് കൊണ്ട് മാത്രമായില്ല. അങ്ങനെ ഇസ്ലാമിന്റെ 5 കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട്, പക്ഷേ ഇതിനോടൊക്കെ ഒരു അലർജി ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമ്മളിപ്പം പേവിലേക്ക് ചേർക്കല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്ക്. അപ്പൊ നമുക്ക് ഇതിനോടൊക്കെ സ്നേഹവും താല്പര്യവുമാണ്. അപ്പൊ അള്ളാഹിന്റെ ഔലിയാക്കൾ എന്ന് പറയണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ഇവിടെ എത്ര ആൾ മരണപ്പെട്ടിട്ടുണ്ട്, അവർക്കൊക്കെ ഇങ്ങനെ കഴിക്കപ്പെടുന്നുണ്ടോ, അതിനൊക്കെ വേണ്ടി ആൾ കൂടുന്നുണ്ടോ? ഇപ്പൊ ഇവിടെ ദീനിന്റെ ഒരു ഹയാത്ത് തന്നെ ഇവിടെ വന്നു. അന്ന് വാസ്തവത്തിൽ എല്ലാവരും മൂപ്പരെ പരിഗണിക്കൂല, ആരും മുഹമ്മദ് ഹാജി വലിയുള്ളാഹി തങ്ങളെ ഒരാളുടെ കവലയിലും മറ്റിടത്തൊക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ കൂടുന്ന ഒരാളാകുമ്പോൾ നമ്മളടുക്കൽ പരിഗണിക്കപ്പെടുന്ന ഒരു വ്യക്തിയല്ല. ഇപ്പം മറിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത് ഫലം ഇങ്ങനെ കാണാൻ തുടങ്ങി. ഇങ്ങനെ അങ്ങനത്തെ ആള് മൂപ്പരെ പറ്റി എനിക്ക് ഈ പരിചയപ്പെടുത്തുന്ന ഇന്ന നാട്ടിലെത്തിക്കുന്നത് മഹാനായ മുഹമ്മദ് അബ്ദുൽ ഖാദിർ വലിയുള്ള പൊന്നാനി തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണ്. എല്ലാവർക്കും ഒരു കളിതമാശ പോലെയായിരുന്നു മൂപ്പര്. ഇവർ രണ്ടാളും കൂട്ടുകാരെ. മൂപ്പര് അവിടെയാണ്, കോഴിക്കോട്ടാണ് മറവ് ചെയ്തത്. അപ്പൊ അവരൊക്കെ ഇപ്പൊ എന്താ ചെയ്തത്? അവര് അല്ലാഹു തആലയെ അവർക്കുള്ള ഹൃദയത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതായ വസ്തു ആരായി മാറി? അള്ളാഹു അല്ലാത്ത മറ്റെല്ലാ വസ്തുക്കളെ ഹൃദയത്തിൽ നാട്ടി നീക്കി മാറ്റി കഴുകി വൃത്തിയാക്കി സദാസമയം അവരുടെ ഇഷ്ടഭാചനം, അവരേറ്റവും ഇഷ്ടപ്പെട്ട വസ്തു അള്ളാഹു തആല മാത്രം, അതല്ലാതെ മറ്റൊന്നുമില്ല. അതാ വലിയുല്ലാ എന്ന് പറയുന്നത്. അള്ളാഹ് അങ്ങോട്ടും ഇഷ്ടപ്പെട്ടു, അള്ളാഹിനെ അവർ അങ്ങോട്ടും ഇഷ്ടപ്പെട്ടു. അപ്പം എന്ത് വേണം? അള്ളാഹു തആലാന്റെ സ്മരണ ജീവിതത്തിൽ കുറച്ചെങ്കിലും നമുക്ക് വേണം. ഇന്ന് ലോകത്ത് നടക്കുന്ന പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇതിനൊക്കെ നമ്മുടെ തിരുമേനി എല്ലാ കാര്യങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലം പേരൊക്കെ കേൾക്കുമ്പോൾ ഏത് പേര് കേൾക്കും? റസൂലുള്ളാഹിനെ പറ്റി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് വാക്ക് പറഞ്ഞാൽ എന്നോട് സലാത്ത് പറഞ്ഞാലും നിങ്ങൾ മറക്കരുത്, അത് നഷ്ടം വരില്ല. ഇനി സലാത്തിന്റെ ഞാൻ അവസാനം പറയാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് വള്ളി പുള്ളിയില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരം വരെ, അങ്ങനെ അന്താരാഷ്ട്രം വരെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പാതയിൽ നിന്ന് നമ്മൾ വ്യതിചരിച്ചു. നമ്മൾ ആ പേര് മാത്രമായി എന്നില്ല. ഉദാഹരണത്തിന് ഇപ്പം ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ങ് കൊടുത്തില്ലെന്ന് വാങ്ങുന്നുണ്ട്. ഇന്നത്തെ വാങ്ങിനെ മോശാക്കല്ല, ആ ആത്മാർത്ഥത എന്ന് കിട്ടുകയുണ്ടാവില്ല. അതുപോലെ അന്ന് നിസ്കാരമുണ്ട്, നിസ്കാരം നടക്കുന്നുണ്ട്. അന്നത്തെ ആ ഖൗഫും ഖശിയത്തും ഭക്തിയും ഒന്നും ലഭിക്കുന്നില്ല. അങ്ങനെ പലതും അർത്ഥം നമ്മളിൽ നിന്നില്ലാതായി, ആത്മാവില്ലാതായി, വെറും അതിന്റെ ജാടകൾ മാത്രമേ നമ്മൾ. അതുകൊണ്ട് നമ്മൾ മടങ്ങേണ്ടത് അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, പറയൂ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബിഊനി, അള്ളാഹുവിനെ സ്നേഹിക്കുന്നെങ്കിൽ അതിനുള്ള മാർഗം എന്താണെന്ന് അള്ളാഹ് തന്നെ പറഞ്ഞില്ല. അല്ലാഹു തആല പറഞ്ഞു ഫത്തബിഊനി, എന്നോട് തുടരാൻ പറഞ്ഞു. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിനോട് നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹ് നിങ്ങളെ ഇഷ്ടം വെക്കും. നിങ്ങൾ തേടുന്നത് അള്ളാഹിനെ അങ്ങോട്ട് ഇഷ്ടം വെക്കണം. എന്നാൽ അതും അള്ളാഹ് അങ്ങോട്ട് ഇഷ്ടം വെക്കലും രണ്ടും നിങ്ങൾക്ക് കരസ്ഥമാവുങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടരുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്തുടരുക എന്നാൽ ഫീ ഹാലിഹി വ മഖാലിഹി വ ഫആലിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക്, നബിയുടെ പ്രവർത്തനം, നബിയുടെ മാനസിക സ്വഭാവങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത സ്വഭാവങ്ങൾ മുഴുവനും ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടു. നമ്മുടെ തിരുമേനി പഠിപ്പിക്കുന്നതും നമ്മുടെ മൂമിനായ സഹോദരൻ തൻ്റെ മുഖത്ത് നമ്മൾ ചെറിയൊരു പൊടി കണ്ടു. ഒരാളൊരു സഹോദരന്റെ മുഖത്തൊരു പൊടി കണ്ടാൽ ഒരു മൂമിന് മറ്റേ മൂമിന്റെ കണ്ണാടി പോലെയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആ പൊടി മറ്റേ ഒരു വിരല് കൊണ്ട് എടുക്കണം. നിന്റെ മുഖത്ത് നിങ്ങളൊരു പൊടി കണ്ടാൽ ആ പൊടി ഒരു വിരല് കൊണ്ട് എടുക്കണം. റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. എടുത്തിട്ട് ഓനെ തന്നെ കാണിച്ചു കൊടുക്കേണ്ടത്. എന്താ എന്തിനാപ്പ പറഞ്ഞത്? ഒരു വിശ്വാസിക്ക് ഒരു അഴുക്കാണ് ഇപ്പം മറ്റൊരാൾ കാണുന്നൊരു കുറവാണ്, പടലിൽ ഇവനെ അറിയുന്നില്ല. അപ്പൊ അത് മറ്റവനെ നീക്കി കൊടുക്കണം. നീക്കാൻ ഇവന്റെ വിരല് അവിടെ മുഖത്ത് വെച്ചപ്പോൾ മറ്റൊരു ആശങ്ക ഉണ്ടാവും, എന്തിനാപ്പോ എന്റെ മുഖത്തോ തൊട്ടത്? അത് മനസ്സിലാക്കി കൊടുക്കാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ഈ പൊടി എടുക്കാനാണ് ഞാൻ എൻ്റെ വിരൽ ഇങ്ങനെ മുഖത്തിച്ച്. ഇത്രക്കും മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് നമ്മളെ മതം പഠിപ്പിച്ചത്. പിന്നെ എങ്ങനെ ഇന്ന് പറയപ്പെടുന്നോ ഒന്ന് നടത്തപ്പെടുന്ന ഒരു കാര്യത്തിൽ ഇസ്ലാമിനോ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കോ യഥാർത്ഥ ഇസ്ലാമിനോ ഒരു പങ്കില്ല. അത്രക്കും ഒരു ബുദ്ധിമുട്ടൊരാൾക്ക് വരും. ഒരു മുസ്ലിമിന് ഒരു വിശ്വാസിയുടെ വിശ്വാസം പൂർണ്ണമാകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അത്തായതുമന ജാറുഹു ബബായിഖു, അവന്റെ അയൽവാസി അവന്റെ ശല്യങ്ങളെ തൊട്ട് വിശ്വസ്തനാവുന്നത് വരെ നിങ്ങളൊരാളും മുഅ്മിനല്ലാതെ. ഞാൻ ഒരു മുഅ്മിനാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു കണ്ണാടി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ പരിസരത്ത് ജീവിക്കുന്ന അയൽവാസികൾക്ക് ബോധ്യം വേണം, അയാളെ കൊണ്ട് ഞമ്മക്കൊരു ഉപദ്രവം വരില്ല.
ഏത് മതക്കാരനും ഏത് ജാതിയും ഏത് മൃഗവും എല്ലാവർക്കും. അത് മനുഷ്യന് മാത്രമല്ല റസൂലുള്ളാഹി പഠിപ്പിച്ചത്, മൃഗങ്ങൾക്കും സർവ്വ ജീവജാലങ്ങൾക്കും അവിടെ ഈ നീതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഓതുന്ന മൗലിദിൽ കാണാം, വാതാക്കൽ ഉദിയബുക്കി വത്തജാറക യാ ഹബീബി ഇന്ദകല്ലബി യന്നഫു. ഞാൻ നീട്ടുകയല്ല, ഒന്ന് രണ്ട് വിഷയം പറയാം. ഇന്നത്തെ ലോകത്ത് ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കുന്നതെന്ന് വളരെയധികം അകന്നു പോയിട്ടുണ്ട്. എന്നിട്ട് ഇസ്ലാമിനെയും അതിൻ്റെ ആൾക്കാരെയും കുറ്റപ്പെടുത്തുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ അതിലേക്ക് മടങ്ങണം, നമ്മൾ പഠിക്കണം. നിങ്ങളൊക്കെ എന്ത് ചെയ്യും, കുട്ടികളെയും എല്ലാവരെയും പഠിപ്പിക്കണം, രണ്ട് വിദ്യയും പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ ബുദ്ധിമുട്ടും വരാനില്ല. ആ പഠനം അനുസരിച്ച് കൊണ്ടുപോകാൻ ജീവിക്കട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരാൾ ഒരു മാനിനെ വേട്ടയാടിക്കൊണ്ടുവന്ന് വീട്ടിൽ കെട്ടിയിട്ടുണ്ട്. അപ്പം മാൻ്റെ മുല നന്നായിട്ട് ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. അടുത്ത് പ്രസവിച്ച മാന, കുട്ടികളൊക്കെ കാട്ടിലാണ്. അവിടെ നിന്നാണ് ഇയാൾ വേട്ടയാടി പിടിക്കുക. ഇയാൾക്ക് അതെന്താ, ഇയാൾക്കിപ്പോൾ ഒരു മാനിനെ വേട്ടയാടി പിടിക്കണം, അതിൻ്റെ ഇറച്ചി തിന്നണോ, അത്രയല്ലേ വേറെ അതൊന്നും ആളറിയില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകേണ്ടേരം ഈ മാന് റസൂലുള്ളാഹിനോട് സംസാരിച്ചു. നബിയെ, ഞാൻ ഇപ്പോൾ അടുത്ത് പ്രസവിച്ചിട്ടാണ്, എനിക്ക് 6 കുട്ടികളുണ്ട് കാട്ടിൽ. എൻ്റെ മുലയിൽ പാല് കൊടുക്കാഞ്ഞിട്ട് മുലക്കെ കനക്കുന്നുണ്ട്. നിങ്ങൾ സമ്മതം തന്നാൽ ഞാൻ പോയി കുട്ടിക്ക് മുല എടുത്ത് തിരിച്ചു കൂട്ടേണ്ട വന്നോളാം. ഈ മാന് പറയാ. അതാണ് നമ്മൾ അസ്രക വീത്തിൽ വസ്തജാറക്ക യാ ഹബീബി, അള്ളാഹിന്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹബീബായ നബിയെ, നിങ്ങളോട് അഭയം തേടി അള്ളബിന്റെ ഫുർ, ജനങ്ങളെ കണ്ടാൽ വിരണ്ടോടുന്നതായ മാൻ നിങ്ങളോട് അഭയം തേടിയിട്ടുണ്ട് എന്ന് നമ്മൾ മൗലിദ്. ഇതാ മൗലിദ് എന്നാണ് നബിന്റെ പ്രശംസ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനാ ഉടമനോട് ചോദിക്കാതെ തന്നെ ഉണ്ടാക്കി അയച്ചു വിട്ടു. ഉടമ വരണത്, ഉടമാടല്ലേ, അയച്ചു വിട്ട് അതുപോലെ പോയി ഈ 6 കുട്ടികൾക്കും കൊല കൊടുത്തുകൊണ്ട് ഈ മാനെ തിരിച്ചു വന്നു. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു എന്നാണ്, റസൂലുള്ളാഹിന്റെ സഹാബി. അപ്പോൾ പുരക്കാരൻ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ എനിക്ക് വിൽക്കുമെന്ന് വെച്ച് വിലക്ക് വേട്ടയാടി കൊണ്ടുവന്നാണ്. നിങ്ങൾക്ക് ഞാൻ വിൽക്കൂല, ഞങ്ങൾക്ക് വെറുതെ സൗജന്യമായി തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാനെ ഊരിട്ടു. റസൂലുള്ളാഹിക്കാണ് പാർത്ത് തന്ന മാനല്ലേ, ഇപ്പോഴും വീട്ടണല്ലോ, ഊരി വിട്ടു. മാനങ്ങനെ പോവുക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. കേട്ടോ, മനുഷ്യ സ്നേഹി എന്നല്ല പറയണ്ടേ, മൃഗസ്നേഹി, സർവ്വസ്നേഹി. ഇതാണ് ഇപ്പോൾ നമ്മളോട് പഠിപ്പിച്ചു. കോഴിനെ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെ, തിന്നുന്ന മൃഗങ്ങളെ അറക്കാൻ ഇസ്ലാം നമുക്ക് അനുവദിച്ചിട്ടുണ്ട്, ഭക്ഷണമാക്കാൻ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെ ബുദ്ധിമുട്ടിക്കാൻ പറഞ്ഞിട്ടില്ല. അതിനെ അടിച്ചു കൊല്ലരുതെന്ന് പറയും, അതിനെ മുരണ്ടി കൊല്ലരുതെന്ന് പറയും. ഏതായാലും നിങ്ങൾക്ക് തിന്നൽ അനുവദിച്ചു വന്നു. എന്നാൽ മൂർച്ചയുള്ള ആയുധം കൊണ്ട് വേഗം കഴുത്തിൽ ആ അന്നനാളത്തിൻ്റെയും ശ്വാസനാളത്തിനും വേഗം മുറിക്കണം. അങ്ങനെ അതിനെ ശല്യം ചെയ്യാതെ നിങ്ങൾക്ക് തന്ന ആ കാര്യം ഉപയോഗപ്പെടുത്താൻ. അപ്പോൾ അറക്കുകയാണെങ്കിൽ തന്നെ ആ ജീവിക്ക് ഒരു ബുദ്ധിമുട്ട് വരാതായിരിക്കണം നിങ്ങൾ ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിച്ചു. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടത്, അതൊക്കെ മൃഗത്തിനോടാ പറഞ്ഞു. അതേസമയത്ത് മനുഷ്യന്മാരെങ്ങനെ പെരുമാറും. അപ്പൊ ഇന്ന് നടക്കപ്പെടുന്ന കാര്യത്തിന് ഇസ്ലാമുമായിട്ടോ ലോകത്തിന്റെ ഗുരുവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ത് വന്നിട്ടുണ്ട്. ഇനി അതുപോലെ ആ ജീവിതത്തിലേക്ക് എടുത്തു നോക്കിയാൽ പല കാര്യങ്ങളും കാണാം. എല്ലാം പഠിപ്പിച്ച് ആരെയും ശല്യം ചെയ്യാനോ ആരെയും ബുദ്ധിമുട്ടിക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല. വേഗം ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തില്ല. യുദ്ധം ഇപ്പം നമ്മളെ രാഷ്ട്രം ചെയ്യും, ചിലപ്പോൾ യുദ്ധം. അത് എന്തിനാണ് ചെയ്യുന്നത്? വെറുതെ ചെയ്യൂല. ആ ചെയ്യുന്നത് നിങ്ങൾ നോക്കി, 4000 വർഷം പാരമ്പര്യമുള്ള ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിൽ മക്ക കഅബ ആ ഗ്രാമം, അവിടെ ബിൽഡിംഗ് ഒക്കെ സ്ഥാപിച്ച് ജനവാസം സ്ഥാപിക്കുന്നത് തൻ്റെ പിതാമഹനായ ഇബ്രാഹിം ഖലീലുള്ളാഹി അലൈഹിസ്സലാം. അപ്പൊ ശരിക്കും ആ രാജ്യത്തിന്റെ അവകാശം ആരുടെ കയ്യിലാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ. ആ നാട്ടിൽ നിന്ന് അടിച്ചോടി പുറത്തിച്ചു രാത്രി ഒളിച്ചോടി പോവേണ്ടി വന്നു. സ്വന്തമുള്ള വസ്തുക്കളും സമ്പത്തും കുടുംബത്തിനെയൊക്കെ ഒഴിവാക്കി, നാട്ടിൽ നിന്ന് ഒഴിവാക്കി. ആ പോയ സമയത്തൊന്നും ഒരാളെയും തിരിച്ച് കല്ലെറിയുകയോ അവിടെ സമരത്തിന് നിൽക്കുകയോ കയ്യേറ്റത്തിന് പോവുകയൊന്നും ചെയ്തില്ല. പോയിക്കാണ് പോയി, ആട്ടിപ്പം പോയി. അതായിരുന്നു കൽപ്പന. മദീനയിൽ ചെന്നതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളൊക്കെ ആടുകുത്തി. പക്ഷെ അവരെ സമ്പത്ത് മുഴുവൻ അവിടെ വെച്ചു. ആ നാട്ടുകാർ കവർ ചെയ്തു. ആ സമ്പത്തുമായിട്ട് കച്ചവടത്തിന് പോയി ആ കച്ചവടം വർദ്ധിച്ച് ലാഭമുണ്ടാക്കി ഇനി ഇവിടെ മദീനയിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളതായ ആ ശ്രമത്തിന് വേണ്ടി കച്ചവടത്തിന് പോകുമ്പോൾ സ്വന്തം ഈ കുടുംബത്തിൻ്റെയും അനുയായികളുടെയും സമ്പത്ത് തിരിച്ചു വാങ്ങാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് പോയത്. യുദ്ധത്തിനല്ല പോയത്. യുദ്ധത്തിന് പോവുകയാണ് ഒരു സൈന്യത്തിനോട് ഏറ്റുമുട്ടുന്ന സന്നാഹത്തിന് പോകണ്ടേ? ഞാനല്ല പോയത്. ഞങ്ങൾ സ്വത്തുമായിട്ടാണ് ഒരു കച്ചവടത്തിന് വരുന്നത്. ആ കച്ചവടമായിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ സ്വത്തും കൂടി തിരിച്ചു വാങ്ങാൻ ആവശ്യം. അത് കിട്ടിയവില്ല, പോയി. എന്നാൽ പിന്നെ നമുക്ക് തിരിച്ചു പോരാ എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും തിരിച്ചു പോരേണ്ട പക്കത്താണ്.
അപ്പൊ ശത്രുപക്ഷത്തുള്ള അബൂജാല പറഞ്ഞു നമ്മളേതായാലും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇനി തിരിച്ചു പോക്കില്ല, ഇവിടെ ഏറ്റുമുട്ടൽ നടത്തന്നെ വേണം, നിർബന്ധം ആർക്കായിരുന്നു? അബൂജാലിനെ. ഏറ്റുമുട്ടിയാൽ പിന്നെ അവിടുത്തെ അടിയും വേണ്ടേ? അങ്ങനെ തടഞ്ഞു. ആദ്യത്തെ യുദ്ധം നടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് ആദ്യമായി ഉതന്നില്ല. പിന്നീടുള്ള യുദ്ധങ്ങളൊക്കെ അങ്ങനെ ക്ഷണിച്ചു വരുത്തിയിട്ട് ഏറ്റുമുട്ടൽ വരുമ്പോൾ അങ്ങനെയല്ലേ, അളയിലേക്ക് കോലിട്ടാൽ ചേരയും കടിക്കുന്ന ചൊല്ലുണ്ട് എന്നതുപോലെ ഇത് പ്രതിരോധിക്കേണ്ടേ? ആ പ്രതിരോധം മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കളിച്ചത്. അപ്പൊ ഇത് ഞാൻ ഈ സംഭവം പറയാനുള്ള കാരണം, ജീവിതത്തിൽ മുഴുവനും ആ ജീവിതം നമ്മൾ റസൂലുള്ളാഹിന്റെ ജീവിതം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വാക്കിലും പ്രവൃത്തിയിലും സ്വഭാവത്തിലുമായി മറ്റുള്ളവർക്ക് പഠിക്കാൻ കാണിച്ചു കൊടുക്കണം. നേരെ മറിച്ച് തിരിച്ചുള്ള സ്വഭാവങ്ങൾ കാണിക്കുമ്പോൾ ഈ കുറ്റങ്ങളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലും ദീനുൽ ഇസ്ലാമിൻ്റെയും വരുന്നത് നമ്മളെ വിവരക്കേടുകൊണ്ട്. ഇതിന്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം സൂക്ഷിക്കണം എല്ലാ കാര്യത്തിലും. ഇപ്പൊ പറഞ്ഞില്ലേ, മൂത്തത്തി യുദ്ധത്തിൽ കിടക്കുന്ന സമയത്ത് ഒരു മരണപ്പെടാനായ ആൾക്ക് ഒരാൾ സക്രാത്ത് കിടക്കുക. ആ സമയത്ത് വെള്ളം കൊണ്ടുപോകും. ആ വെള്ളം കൊണ്ടൊക്കെ എടുത്തപ്പോൾ അതിൻ്റെ അപ്പുറത്തുനിന്ന് മറ്റൊരാളെ നിലവിളി കേൾക്കണം, അയാൾ കൂടുതൽ. അപ്പൊ അയാളെടുത്ത് വെള്ളം ചെന്നപ്പോൾ അയാൾ പറഞ്ഞു അതിൻ്റെ അപ്പുറത്ത് അതിനേക്കാൾ വലിയ നിലവിളി കേൾക്കണം, അയാൾ കൂടുതൽ. ഇയാൾ ആ വെള്ളമായിട്ട് മൂന്നാമത്തെ ആളെടുത്തെത്തിയപ്പോൾ അയാൾ മരണപ്പെട്ടു. തിരിച്ചാ വെള്ളം കൊണ്ടുവന്ന് രണ്ടാമത്തെ ആൾ മരണപ്പെട്ടു. തിരിച്ചിപ്പുറത്തെത്തിയപ്പോൾ ഇയാൾ മരണപ്പെട്ടു. എനിക്ക് ഏതായാലും കിട്ടി, ആ കുടിക്കട്ടെ നോക്കിയല്ലോ വേണ്ടത്. ഈ ഗുരുവിൽ നിന്ന് പഠിച്ചതായ ഗുണാണ് കാണിച്ചത്. ഇന്നേക്കാളും ബുദ്ധിമുട്ടാണ് എന്റെ സ്നേഹിതനേക്കാൾ, ആ വെള്ളം അവൻ കുടിക്കട്ടെ, അവന് ഫലപ്പെടുകയാണെങ്കിൽ. അങ്ങനെ കരുതി അവസാനം മൂന്നാക്കും ഫലപ്പെട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ആട്ടും തല വളരെ ദാരിദ്ര്യ സമയമാണ്. ഒരു വസ്ത്രമൊക്കെ ആണ് ധരിക്കരുത്, ഇതുപോലൊന്നും കൂടുതൽ വസ്ത്രങ്ങൾ ധരിക്കാനൊന്നും കഴിവില്ല. അങ്ങനെ ഒരാട്ടും തല അടുത്ത അയൽവാസിക്ക് ഇയാള് ധർമ്മം ചെയ്യും. അയാളെ അതിനേക്കാൾ കൂടുതൽ ഇയാളെ കൈവശത്തിൽ ഉണ്ടായിട്ടല്ല, പട്ടിണിയാണ്. എങ്കിലും ഇതൊരു സേവനാണല്ലോ, ഓൻ പട്ടിണിയാണ്, ഓന്റെ വിശ്വാസത്തേക്ക് മറ്റവനോട്. അങ്ങനെ 9 ആള് കഴിഞ്ഞുകൊണ്ട് തിരിച്ചു വീണ്ടും ഈ ആട്ടുന്തല ഉടമന്റെ കയ്യിൽ എത്തിന. വേണ്ടായിട്ട് ഒഴിവാക്കിയല്ല, മറിച്ച് ഓരോരുത്തരും ചെയ്യാം മറ്റുള്ളവനെ തെരഞ്ഞു ഒലവുകാരബിഹും ഹസ്വാസ. അവർക്ക് അത്യാവശ്യവും വിശപ്പും പട്ടിണിയൊക്കെ ഉണ്ടെങ്കിലും മറ്റുള്ളവർക്ക് പ്രാധാന്യം കൽപ്പിക്കുക എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഭാവം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കുകയും ചെയ്യേണ്ടതാണ്. എനിക്ക് കിട്ടിയ എൻ്റെ കാര്യം ഞാൻ നോക്കട്ടെ എന്നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇങ്ങനെ എല്ലാ ഗുണങ്ങളും ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് തുടങ്ങിയത് അല്ലാഹു തആലാന്റെ സ്മരണ. അപ്പോ അല്ലാഹു തആലാന്റെ സ്മരണയും ഏതെല്ലാം രീതിയിൽ ജീവിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നും ആ ജീവിതം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബത്ത് വേണം, സ്നേഹം വേണം. അതില്ലാതെ ഒരാൾക്കും തീരെ അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയില്ല. റസൂലുള്ളാഹിന്റെ മഹബത്താണ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴി. ഏതൊരു വലിയും ലോകത്ത് ഏത് പ്രധാനപ്പെട്ട ആൾക്കാർ ആരുണ്ടെങ്കിലും എല്ലാവരും അള്ളാഹുവിലേക്ക് അടുക്കുന്നത് അല്ലാഹു തആലാന്റെ റസൂലിൽ കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞാൽ നിങ്ങളെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ ഈ ഭൗതിക ലോകം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു. ഇത് വെറുതെ ലൈഫ് ഹദീസാണെന്നും പറയണ്ട. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ തൗറാത്തിൽ കാണും അള്ളാഹു തആല സീനാ പർവ്വതത്തിൽ വെച്ചുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് ചെയ്ത മുനാജാത്തിൽ കാണും. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു തആല പറയുന്നു, എന്ത് നിങ്ങൾ മുഹമ്മദ് നബി നാവിലേക്ക് തുപ്പനീര്, നിങ്ങളെ നാവിലേക്ക് തുപ്പനീര് എത്ര അടുത്തിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എന്നിലേക്ക് അടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ? വരാനുള്ള നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് സലാത്ത് ചെല്ലിക്കുള്ളൂ. അപ്പൊ മൂസാ നബി നബി തന്നെയല്ലേ, വെറുപ്പും വിദേശവും അസൂയ കൊണ്ടൊന്നുമല്ല. എന്തൊരു ശ്രേഷ്ഠതയാണ് പഠിച്ചവനെ ഞാക്ക് കൊടുത്തത്. ഇന്ത്യയും കാലശേഷം എത്രയോ കാലശേഷം വരുന്ന ആളോട് സലാത്ത് ചെല്ലിയിട്ട് വേണം എനിക്ക് എന്നോട് അടുക്കാൻ. അതെന്താ മൂപ്പർക്കുള്ള പ്രത്യേകത? അതെന്താണോ, ഞാൻ സൃഷ്ടി ലോകത്തിന് ഉദ്ദേശിച്ചപ്പോൾ എൻ്റെ നൂർ, എൻ്റെ തേജസ്സിൽ നിന്ന് പിടിവാരി നീ മുഹമ്മദാവും. ഇപ്പൊ ഞാനാണ്, എന്നിൽ നിന്നാണ് ആരെ സൃഷ്ടിക്കുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെ ഞാൻ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചവും നിങ്ങളെ എന്നും ഞാൻ സൃഷ്ടിക്കുകയില്ലായിരുന്നു. അല്ലാഹു തആല നസ്സായി വ്യക്തമായി നബിയുള്ളാഹി മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാം അപ്പൊ സലാത്തിന്റെ മഹത്വം കൂടി അതും മനസ്സിലാക്കി ദിക്ർ പോലെ തന്നെ കുറച്ച് സലാത്ത് നിസ്കരിച്ചാൽ പോരാ. ഇനി അതിന്റെ ഓർമ്മ സലാത്ത് വേണം. അതാ പറയുന്നത്, വേണോ വേണ്ട നിങ്ങൾ നോക്കി. ഇപ്പൊ ദിക്റിന്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ ദിക്ർ നമ്മളെ ഹൃദയത്തിൽ നിന്ന് മുറിയാൻ തന്നെ ശരിക്കും പാടില്ല. ലോകത്ത് വൃക്ഷങ്ങൾ മുറിക്കപ്പെടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മരത്തിലേക്ക് മഴ വരുന്നത് അള്ളാഹിന്റെ ദിക്ർ മുറിയുന്ന സമയത്താണ്. എല്ലാ വസ്തുക്കൾക്കും ദിക്റുകളുണ്ട്.
പച്ചവസ്തുക്കൾക്കുണ്ട്, മനുഷ്യർക്കുണ്ട്, ജീവജാലങ്ങൾക്കുണ്ട്, മറ്റെല്ലാ സർവ്വചരാചരങ്ങൾ ഓർക്കൊക്കെ ദിക്റുണ്ടോ? അത് കേൾക്കാനുള്ള നല്ല ഓട്ടോമാറ്റിക് പവറുള്ള കാതുവാണ്. ഇപ്പോൾ ആധുനിക യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് കൊതുകിൻ്റെയും മറ്റുള്ള എല്ലാവരുടെ സംസാരവും ശബ്ദങ്ങളും ഒക്കെ കിട്ടുന്നില്ലേ? നമ്മളെ സാധാരണ മനുഷ്യന് തന്നെ കാതുകൊണ്ട് അത് കേൾക്കാൻ കഴിയുന്നില്ല, മനുഷ്യന്റെ കാതുകൊണ്ട് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഇവർക്കെല്ലാവർക്കും തസ്ബീഹുണ്ട്. ഖുർആനിൽ തന്നെ പറയുന്നത് അവരെല്ലാവരും അല്ലാഹു തആലയുടെ വിശുദ്ധി വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹും, ഓലെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഉണ്ട്. അപ്പോൾ ഒരു മരം മഴക്കാരൻ്റെ ഈ മഴയിലേക്ക് എത്തുന്നത്, മഴ അങ്ങോട്ട് എത്തുന്നത് ഈ മരത്തിന് ഏൽപ്പിക്കപ്പെടുന്ന ദിക്ർ മുറിയുന്ന സമയത്താണ്. മത്സ്യം നമ്മളെ പുഴയിലും സമുദ്രത്തിലുള്ള മത്സ്യം വലക്കാരൻ്റെയും ചൂണ്ടക്കാരൻ്റെയും ചൂണ്ടയിലും വലയിലും പെടുന്നത് അതിൽ ഏൽപ്പിക്കപ്പെട്ട ദിക്ർ മുറിഞ്ഞു പോണ സമയത്താണ്, അശ്രദ്ധ വരുന്ന സമയം. കാട്ടിലുള്ള നായാട്ടുകാരൻ്റെ വലയിൽ അവിടുത്തെ വന്യജീവികൾ പെടുന്നത്, അല്ലെങ്കിൽ കാട്ടുജീവികൾ പെടുന്നത് ആ ജീവിയിൽ നടക്കേണ്ട അള്ളാന്റെ സ്മരണകൾ മുറിയുന്ന സമയത്താണ്. ഇങ്ങനൊക്കെ തന്നെ ലോകത്ത് നമുക്കും വരുന്നത്. ഇപ്പം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾ ചിലപ്പോൾ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്ക് ഇടിയും ഇപ്പോൾ ഔട്ടായി, അറ്റാക്കായി, തീർന്നു എന്നായി കേൾക്കണം. അപ്പം ഞാൻ ഇവർക്ക് പറ്റാനോ ഇല്ല, ഇവരുണ്ട് തീർന്ന് ചാർജില്ല. സൃഷ്ടിക്കപ്പെട്ട കാര്യമുണ്ടോ അതൊക്കെ തീരുന്ന സമയത്ത് അള്ളാഹു തആല അത് വിടുത്തുന്നത്. അപ്പം എല്ലാവരും പരാജയപ്പെട്ട് മരിക്കാന്നതിന് അർത്ഥമല്ല. ആ ദിക്ർ മുറിയപ്പെടും. ആ ദിക്റുള്ള സമയത്ത് അത് നടക്കൂലാതാണ്. ഈ ലോകം തന്നെ അള്ളാഹു തആല നിൽക്കുന്നത് ദിക്റില്ല. ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് അത്ഭുതം തോന്നും. ആ ദിക്ർ തുടങ്ങി വെച്ചിട്ടുണ്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാം. ആ ദിക്ർ തീരുന്ന സമയം ഒരു ദിക്ർ തുടങ്ങിയിട്ടുണ്ട്, അഷ്ഹദു അല്ലാ എന്നുകൊണ്ട് തുടങ്ങിയെന്നാണ്. അത് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുകൊണ്ട് പൂർത്തിയായി തീരുമ്പോൾ ഈ ഭൗതിക ലോകം പ്രപഞ്ചം അവസാനിക്കുമാണ് ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദിക്റിനെ തൊട്ട് മുറിയരുത്. ഇപ്പം രാവിലെ ഒരാൾ ഒരു ദിക്ർ ചെയ്യും, വൈകുന്നേരവും ചെയ്യും. അല്ലാഹു തആല മലക്കുകളോട് പറയും, നിങ്ങളെ രാവിലത്തെ ദിക്റും ആ വൈകുന്നേരത്തെ ദിക്റും ലാ ഇലാഹ, അത് രണ്ടും കൂടെ ഇങ്ങോട്ട് എടുക്കി, അതിനിടയിലുള്ളതൊക്കെ നിങ്ങളാണ് വിട്ടാളി എന്ന് പറയും. രാവിലെ ഒരാൾ സുബീസ്കരിച്ചെന്ന് അറിയാം, അല്ലെങ്കിൽ പൊലച്ചയ്ക്ക് വിരിപ്പുന്ന എഴുന്നേൽക്കും തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നത് അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനീ വഇലൈഹി നുശൂർ. ഇങ്ങനെ ആ വിരിപ്പുന്ന എഴുന്നേൽക്കുന്നുണ്ട്. അതാ മരിപ്പിക്കാതെ എൻ്റെ ജീവനോടെ ജീവിപ്പിച്ചു, അൽഹംദുലില്ലാഹ് നിനക്ക് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിക്റോടുകൂടെ എഴുന്നേറ്റ് നിൽക്കുക. അങ്ങനെ വന്ന് ഇനിയിപ്പം വൈകുന്നേരവും ചെല്ലി അസ്തമിക്കുന്ന സമയത്ത് അള്ളാഹു പറയും, ആ 2 ദിക്റും എൻ്റെ സ്മരണം കെടുത്തു, അതിൻ്റെ ഇടയിലും മറ്റേത് വന്നോക്കങ്ങളും കിട്ടാടി എന്ന് പറയും. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ രാവിലെ വൈകുന്നേരം മാത്രം മതി എന്നല്ല, അതിന്റെ ഫضല് പറയാനാണ് ഞാനിത് പറഞ്ഞത്. അതുകൊണ്ട് ഇത് വർദ്ധിപ്പിക്കണം, ദിക്റിൽ പങ്കെടുക്കണം. സ്കാരൊക്കെ വേണം, അതൊക്കെ അതിന്റെ കൃത്യം പോലെ ചെയ്യണം, നോമ്പ് നോൽക്കണം. ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യങ്ങളൊന്നും ഒഴിവാക്കരുത്. എത്ര കഷ്ടപ്പെട്ടാണ് ആ ആൾ ഇതൊക്കെ നടപ്പിൽ വരുത്തി തന്നത്. നമ്മളെക്കാൾ എന്തുകൊണ്ടും അർഹതപ്പെട്ട ആൾ, വസീലയും ഫളീലയും അല്ലാഹു തആല വാഗ്ദാനം ചെയ്താണ്, മഖാമും മഹമൂദിന്റെ ഉടമ. ഇതൊക്കെ ആയ ആള് അവസാനം പനി പിടിച്ചു 17 ദിവസത്തോളം കടന്നു. 2 ആള് തോളിൽ ഇങ്ങനെ തൂങ്ങിയിട്ടാണ് 100 നിസ്കാരത്തിന് പള്ളിയിലേക്ക് വന്നത്. അങ്ങനെയൊക്കെ വരേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ സ്ഥാപിച്ചു വെച്ചതായ ദീനിന്റെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തെക്കിലും പോകാം. അപ്പൊ നമ്മളത് വിലയില്ലാതെ തള്ളുമ്പോൾ അങ്ങനെയാണ് ലോകത്ത് പലതും. ചിലപ്പോൾ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഉറങ്ങും, ആക്സിഡന്റിൽ മരിച്ചു. വൈകുന്നേരം ആവുമ്പോഴേക്ക് ചിലപ്പോൾ 10 കഴിയുമ്പോൾ ജനാസയ്ക്കും വീട്ടിലെത്തുക. അത് തന്നെ നമ്മൾ നാട്ടിൽ ഇറങ്ങിയെന്നല്ലാതെ നമ്മളെ നിലയ്ക്കിൽ നിന്ന് സ്റ്റാരിങ് ആരാ തിരിക്കുന്നത്, നമുക്കുള്ള ഓക്സിജൻ ആരാ തരുന്നത്, ഇതൊന്നും നമ്മളാരും ചിന്തിക്കുന്നില്ല. ഒരു ഓക്സിജൻ കൊടുക്കുന്ന മനുഷ്യനാണെങ്കിൽ 1 മണിക്കൂർ ഇത് കൊടുക്കണമെങ്കിൽ എത്ര ചെലവ് വരും? 24,000 ശ്വാസങ്ങൾ ഒരു മനുഷ്യൻ ഒരു ദിവസം വലിച്ചു വിടുന്നുണ്ട്. അതിനൊന്നും നമ്മൾ ബില്ലെടുക്കുന്നില്ല. വീട്ടിലുള്ള വൈദ്യുതി ഒരാഴ്ച അടിച്ചിട്ടില്ലേ ഓരോന്ന് വീശൂരിയാകും. ഫോണാണെങ്കിൽ പിന്നെ വർക്ക് ചെയ്യൂല. ഇയാളതൊക്കെ ക്ഷമിച്ചിങ്ങനെ നിൽക്കുക. നമ്മളതൊന്നും ഓർക്കാഞ്ഞിട്ടും നമ്മൾ ഫീസ് വരുന്നില്ല. അപ്പൊ ഇതൊക്കെ ചിന്തിക്കണതൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രമുണ്ട്. ഇതെല്ലാം ആ കേന്ദ്രം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അതിനോട് കടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹിന്റെ സ്മരണീയലായിട്ട് മുഴുകണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നൊരാൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ 1.25 ലക്ഷം 1,24,000 പ്രതിഫലങ്ങൾ, ഹസനത്തുകൾ അള്ളാഹു തആല അവനെ രേഖപ്പെടുത്തുമെന്ന് ലഭിക്കുക. അപ്പൊ നമ്മള് ഇതിനൊക്കെ നമുക്ക് എന്താ നഷ്ടങ്ങളുണ്ടോ? സ്വർഗത്തിൽ കിടന്ന ഒരു മനുഷ്യനും ഖേദല്ലാതെ, എന്നാൽ സ്വർഗത്തിൽ ചില ഖേദങ്ങളും ദുഃഖങ്ങളും ഉണ്ട്. എന്താ ഇതന്നെ അവിടെ എത്തിയപ്പോ കാണുന്നത് സുബ്ഹാനല്ലാഹിക്ക് 1.25 ലക്ഷം. ഓ, ഇങ്ങനാണെങ്കിൽ എത്ര നേരം ഞാൻ എൻ്റെ ഫോണുമ്മ കഴിച്ചു കൂട്ടിയ രാവിലെ മുതൽ വൈകുന്നേരം വരെ. അല്ലെങ്കിൽ മറ്റൊരു TV-യിലാണ്, അല്ലെങ്കിൽ വേറെ ചിലവർ വൈകുന്നേരമാക്കി ആരംസമനോ തീപ്പെട്ടിക്കളി എന്തെങ്കിലും അതിന് സമയം തീർന്നിട്ടുണ്ട് എല്ലായിടത്താക്കും അങ്ങനെ കഴിച്ചു കൂട്ടിയതാണ്. അങ്ങനത്തെ സ്വർഗത്തിലെത്തി നോക്കുമ്പോഴാണ് അതോരാതെ ദിക്റുകൾ ചെല്ലിയുണ്ട്. നമ്മളങ്ങനെ ചെല്ലുകളെ കണ്ടു, ഓ എന്താ വട്ടാണി ചുണ്ടോണ്ട് ഇങ്ങനെ എല്ലിയെടുക്കണം.
അല്ലെങ്കിൽ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയെടുക്കുന്നത് ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ അറിയാം. ഇതാണ് അന്നാസ് നിയാമിൻ നിദാമാത്തു ഇന്തബു, മരിക്കുമ്പം ബോധം വരും, അവിടെ കാണും ഇതിന്റെ ഫലങ്ങൾ. അപ്പൊ ഇത് കാണുമ്പം സ്വർഗത്തിൽ കടന്നവനും ഖേദം വരുന്നു. അന്തരീകരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൻ്റെ ഒരു വലിയ ആര് പുതിയ സുലൈമാൻ മുസ്ലിയാർ എന്ന് പറയും. ഉപ്പുള്ള ആളെല്ലാം മുമ്പ് മരണപ്പെട്ടുവതാ. പ്രിയാർ ഇങ്ങനെ ഒരു കോഡ് ഭാഷയെ സംസാരിച്ചെടുക്കുകയാണ്. ഇങ്ങനെ സോപ്പ് കച്ചവടം തുടങ്ങി. സോപ്പ് ഉണ്ടാക്കി വിൽക്കാൻ കൊണ്ട് ആള് വലിയാണ്. ആൾക്കാരുടെ ഇടയിൽ മറിഞ്ഞിക്കണ്ട ഇവലൊക്കെ ചിലവൽ അങ്ങനെയാണ്. ഞാനൊരു മഹാനാണെങ്കിൽ ആ മഹാനെന്നുള്ള പരിവേഷമൊന്നും ജനങ്ങളുടെ മുമ്പിൽ ഒരു കാണിക്കൂല. അതുപോലെ ഉള്ളിൽ മറിച്ച് വെച്ച് സാധാരണക്കാരുടെ ഇടയിൽ ഒരു അറിയപ്പെടാത്ത രീതിയിൽ ജീവിക്കും. അങ്ങനെ ബഹുമാനപ്പെട്ട ഒരു കോഴിക്കോട് അങ്ങാടിയിൽ സോപ്പ് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് കച്ചവടം ചെയ്യും. ബുക്കിടാരം അതിൻ്റെ പരസ്യം എന്താ? സുലൈമാന്റെ സോപ്പ് വാങ്ങിയവരും ഖേദിക്കും, വാങ്ങാത്തവരും ഖേദിക്കും. അങ്ങനെ പരസ്യം. സുലൈമാന്റെ സോപ്പ് വാങ്ങിയവരും ഖേദിക്കും, വാങ്ങാത്തവരും ഖേദിക്കും. അപ്പൊ ആരോന്ന് ചോദിച്ചാൽ അങ്ങനെ വാങ്ങിയവരും എന്തിനാ ഖേദിക്കും? വാങ്ങിയവർ കുറച്ചുകൂടി വാങ്ങിയില്ലല്ലോ, ഇതിന്റെ ശ്രേഷ്ഠത കണ്ടു, ഇതിന്റെ ഗുണം മനസ്സിലായപ്പോ കുറച്ചുകൂടി വാങ്ങിയില്ലല്ലോ ഖേദുണ്ടാവും എന്നതുപോലെ സ്വർഗത്തിൽ വെച്ചൊരു ഖേദുണ്ട്. എന്താ? കുറച്ചുകൂടി ചെല്ലിയില്ലേ ആ സുഖാനുള്ള അല്ലേ അള്ളാന്റെ ദിക്റ് അല്ലേ അള്ളാന്റെ സലാത്ത്. അങ്ങനെ സ്വർഗത്തിൽ വെച്ചൊരു ഖേദുണ്ട്. ഇനി ഖേദിക്കാൻ നിൽക്കണ്ട, ഇവിടെച്ചാൾ പറഞ്ഞതാണ്. എല്ലാവരും നടത്തിക്കോളി, പ്രേരിപ്പിച്ചോളി. അതിനെ തൊട്ട് അലർജി ഉണ്ടാക്കിയല്ലോ വേണ്ടി. മഹാനായ നബിയുള്ളാഹി മുഹമ്മദ് മൂസാ നബി അലൈഹി സ്വലാം, മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്ത് ഒരാൾ മരണപ്പെട്ടു. അയാൾ മഹാദൂഷി തമ്മാടി ഒറ്റ പോക്ക. ജീവൻ പോയപ്പോൾ ആൾക്കാരെല്ലാം കൂടി ആ ശരീരം കൂടി കുപ്പത്തൊട്ടിയിൽ അങ്ങാടിയിൽ ചണ്ടിയിടേണ്ട സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അള്ളാഹു തആല മൂസാ നബിനെ വിളിച്ചിട്ട്, മൂസാ നബി നിങ്ങളുടെ നാട്ടിലൊരാൾ മരിച്ചു കിടന്നു, അയാളെ ശരീരം കൊണ്ടുപോയിട്ട് ജനാദബിൽ കുപ്പത്തൊട്ടിയിട്ടിട്ടുണ്ട്, നിങ്ങൾ അയാളെ കുളിപ്പിച്ച് മയ്യത്ത് നിസ്കരിക്കും. മൂസാ നബിനെ ആരോടത് പറയുന്നത്? ഒരു മഹാതണ്ടിന്റെ ശരീരം കുളിപ്പിക്കാൻ പറയുന്നത് അള്ളാഹുവിന്റെ കലീമായ മൂസാ നബി അലൈഹി സ്വലാമിനോടാണ്. മൂസാ നബി അലൈഹി സ്വലാം എന്ന് പഠിച്ചവനെ അയാൾ മഹാപോക്കാന്ന ജനങ്ങളൊക്കെ പറയുന്നത്. സംഗതി ഒരു പറയുമ്പോൾ തന്നെ ആള് മഹാപോക്ക. പിന്നെന്താ? അയാൾ എടുക്ക് തൗറാത്തൊന്ന് നോക്കും. തൗറാത്ത് നോക്കുന്ന സമയത്ത് എൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് കാണുമ്പോൾ അയാൾ ചുണ്ടത്ത് ഇങ്ങനെ വെക്കും, ആ നബിനെ ബഹുമാനിച്ചു കൊടുക്കും, സ്വലാത്ത് ചൊല്ലുകയും. അതിന്റെ പേരിൽ അയാൾ 200 കൊല്ലം ജീവിച്ചത് മുഴുവനും മഹാപോക്കാണെങ്കിലും അതൊക്കെ ഞാൻ വിട്ടു. എൻ്റെ ഹബീബിനെ അയാൾ ചുംബിച്ചു. ഇപ്പോൾ ഞാൻ അയാൾക്ക് കൊടുത്തുക്കണ്, നിങ്ങൾ അയാളെ കുളിപ്പിച്ച് നിസ്കരിക്കണം. നോക്കി അയാൾ ചെയ്ത എന്തെങ്കിലും കാര്യം കൊണ്ടാണോ? അയാൾ ചെയ്ത മറ്റൊരു അമലും അയാൾക്ക് ഫലപ്പെട്ടിട്ടില്ല. അയാൾ ജീവിതം മുഴുവനും തള്ളപ്പെട്ടതാ. ആ നാട്ടുകാരും അയാളെ മുദ്രകുത്തി അങ്ങനെ. പക്ഷെ അള്ള പറയുന്നേരം അള്ളാന്റെ കരീമായ മൂസാ നബി നിങ്ങൾ കുളിപ്പിക്കണോ? നിങ്ങൾ കുളിപ്പിച്ച് നിങ്ങൾ എന്നെ നിസ്കരിക്കണം. ഞാൻ അയാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താ കാരണം? എൻ്റെ ഹബീബിന്റെ പേര് തൗറാത്ത് നോക്കുമ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേൾക്കുമ്പോൾ ചെല്ലണമെന്നാണ്. ആ പേര് കാണുമ്പോൾ ഇങ്ങനെ ചുണ്ടത്ത് വെക്കുകയും എന്നിട്ട് എന്ത് ചെയ്യും? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അയാൾക്ക് പുറത്തിരിക്കുന്നു. ചില ഭാഗത്തൊക്കെ ഉണ്ടാവും വാങ്ങിലൊക്കെ അശ്വതന്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കേൾക്കുമ്പോൾ ചില ആൾക്കാർ വേഗം ഈ വിരലെടുത്ത് ചുണ്ടത്ത് വെച്ചിട്ട് മുത്തും. അപ്പം ചിലവർ വിദേഹത്ത, ചിലവർ മകളാത്ത. എന്താ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചോളി. ഫലം എങ്ങനെ? ഇത് ഹദീസിലൊക്കെ വന്ന സംഭവങ്ങൾ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പേര് സ്വലാത്ത് വർദ്ധിപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. അത് കഴിച്ചിട്ടേ നമുക്ക് മറ്റൊന്നും ഇല്ല. അതെല്ലാം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിനെ സ്നേഹം കഴിച്ചിട്ടേ മറ്റുള്ളതുള്ളൂ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ലാ യുമിനു അഹദുക്കും, നിങ്ങളാരും വിശ്വാസികളാവുകയില്ല. നിങ്ങളെല്ലാറ്റിനേക്കാളും, സ്വന്തം മക്കളെക്കാളും തടികളെക്കാളും എല്ലാറ്റിനേക്കാളും ഞാൻ നിങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാവണം. അന്ന് മാത്രമേ നിങ്ങൾ ഉണ്ടാവുള്ളൂ, യഥാർത്ഥ മുഅ്മിനാവുള്ളൂ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മൂപ്പര് ഇഷ്ടമില്ലാത്ത ആളായിട്ടൊന്നല്ല. ഒരു കാര്യം ചിന്തിച്ച് നോക്കുമ്പോൾ അതിപ്പോ ഇങ്ങനെ സ്വന്തം തടിനേക്കാൾ ഒരാൾ സ്നേഹിക്കുക അതിന് പൈക്കാവില്ല. ആൾക്കേ എത്തിയുള്ളൂ. അപ്പൊ ആവിലേഞ്ഞു മുമ്പിനും അല്ല, ഒട്ടനെ മാറി. എന്നാൽ ഞാൻ എൻ്റെ നെഫ്സിനേക്കാൾ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. അത്ര തന്നെ ഉള്ളു. നമ്മൾ പോലല്ല, നമ്മളില്ലാന്ന് പറഞ്ഞാൽ എല്ലായിടത്തേക്കും മൂപ്പരങ്ങനെ അപ്പം തന്നെ മാറി. എന്നേക്കാൾ ഞാൻ നിങ്ങൾ സ്നേഹിച്ചിട്ടില്ലെങ്കിൽ, ഈമാനില്ലെങ്കിൽ ഞാൻ എന്നേക്കാൾ നിങ്ങളെ സ്നേഹിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ മറ്റെല്ലാ വസ്തുക്കളെക്കാളും സ്നേഹിച്ചെങ്കിൽ മാത്രമേ ഒരാൾ ഈമാൻ പൂർണ്ണമാകും. ഈ രീതിയിൽ നമ്മൾ അല്ലാഹു തആലക്ക് വഴിപ്പെടണം, അല്ലാഹു തആലാനെ സ്മരിക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം, അവരെ മേലെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ഒരിക്കലും ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 ഖുലഫാക്കൾ കൂടിയിരുന്ന് ഒരു ഭക്ഷണം കഴിച്ചിട്ട് ആ സദസ്സിൽ ഇങ്ങനെ സംസാരിക്കാം. ഒരു സന്തോഷത്തിലുള്ള സംസാരം. എന്താ നിങ്ങൾക്ക് ഇഷ്ടം? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞു. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം പറഞ്ഞു.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ലോകത്തെ ഏറ്റവും ഇഷ്ടം നിങ്ങളെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുക, നിങ്ങളെ മുഖം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇൻഫാഖ് അലൈക, എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെലവായിക്കുക. നിങ്ങൾ വരുന്ന ഈ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. ഈ 3 കാര്യങ്ങളാണ് എനിക്ക് ദുനിയാവിലേറ്റു. എന്നിട്ടല്ലോ നമ്മൾ നമ്മമ്മേലും കൂടി എനിക്ക് എന്താ ദുനിയാവിൽ ഇഷ്ടം, എനിക്ക് പൂളോ ഇല്ല ഒരാക്കഥ. ഓരോരുത്തർ ഓരോന്ന് പറയും. അങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഇവര് പറഞ്ഞ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ, എനിക്കത് നല്ല ഞാൻ പറഞ്ഞ ഉദാഹരണം പറഞ്ഞതാ. അപ്പോൾ 3 കാര്യം. ഒന്ന്, നിങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ്. റസൂലുള്ളാഹി കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിലും വയതൽ അമ്പിയായിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ ആൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മൂപ്പർക്കുള്ള സ്വഭാവം 3 ഒന്ന്, റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. മുഖത്തേക്ക് നോക്കിയിരിക്കാനാ നമുക്ക് വെറുപ്പുള്ള ഒരാളെ മുഖത്തേക്ക് നമ്മൾ നോക്കൂല. അപ്പൊ അതിന്റെ അർത്ഥം താങ്കി നോക്കിയിട്ട് മതിയാവില്ല, ഊർജ്ജം ഇങ്ങനെ വലിച്ചു കുടിച്ചിട്ട് മതിയാവാതെ നിൽക്കുക. അതായത് നോട്ടത്തിന്റെ അർത്ഥം. രണ്ടാമത്തെ ഇൻഫാഖ് അലൈക, എനിക്ക് എന്ത് കിട്ടുന്നോ അത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കുക. വൈഖ്താരി സ്വലാത്തി അലൈക, നിങ്ങൾ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. ഇതാണ് എൻ്റെ മുഖത്ത്. ലാസ്റ്റ് എല്ലാവരും ഓരോരുത്തർ എന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ അള്ളയും പറയും, ഇപ്പൊ നിങ്ങളെല്ലാവരും കൂടി ഒരു കാര്യത്തിൽ കൂടും, ഞാനായിട്ട് കൂടാടുക്കണം. അള്ളാഹു തആല എനിക്ക് 3 കാര്യം ഇഷ്ടമാണ്. എന്താ? അദ്ദുന്യാ മല്ലൂനും മാഫിയ, ഈ ഐഹിക ലോകം മുഴുവനും ശപിക്കപ്പെട്ടതാണ്. അതിലുള്ളതൊക്കെ ഈ ശാപത്തിന് വിധേയമാണ്. ഇല്ല മാക്കാനം ഇന്നാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ദുനിയാവെന്ന് എനിക്ക് ഇഷ്ടമുള്ള 3 കാര്യം. ഒന്ന്, ലിസാനുൻ ദാക്കിറു, എന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന നാവ്. രണ്ടാമത്തത് ഖൽബുൻ ഷാക്കിറു, നന്ദിയുള്ള ഹൃദയം. മൂന്നാമത്തത് വജിസ്മുൻ അലാ ബലാഇഹി സാബിറു, പരീക്ഷണത്തിന് മേൽ ക്ഷമിക്കുന്നതായ ശരീരം. 3 ഭൗതിക ലോകത്തിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് അള്ളാഹു തആല പറയും. അപ്പൊ നിങ്ങൾ നോക്കി, ചിലപ്പോൾ ഇവിടെ ഒരാൾ മഹാമോശപ്പെട്ട് ഉരുണോ രോഗിയോ ബുദ്ധിമുട്ടായി നിൽക്കുകയും അയാളെ കണക്കിന് അയാൾക്ക് അള്ളാഹിനോട് ഒമ്പിച്ച പരാതി ഉണ്ടോ, എന്നെ അള്ള ഇങ്ങനെ ആക്കി ഇവരൊക്കെ തുഷാറാക്കി ഉണ്ടാവും. പക്ഷെ വാസ്തവത്തിൽ അയാൾ ക്ഷമിക്കുകയാണെങ്കിൽ ലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ആരാണ്? ഈ മനുഷ്യനെ. അതായി പരീക്ഷണത്തിന് അള്ളാഹു തആല പ്രതിഫലം കൊടുത്ത് തൂക്കിയിട്ടല്ല. നാളെ മഹ്ശറയിൽ വരുന്ന സമയത്ത് എല്ലാവരും സൂക്ഷിക്കണം. ഒരു ചെറിയ പരീക്ഷണം വരുമ്പോഴേക്ക് അപ്പോഴേക്ക് തീർക്കാനുള്ള എല്ലാം അത് കീറുക, മുറുക്കിയ, ഒട്ടിക്കുക, മാറ്റി എന്തെങ്കിലും ചെയ്തു. അങ്ങനെ ആണല്ലോ ഇത്രയും പെട്ടെന്നൊന്നും ചെയ്യാനുള്ള മാർഗമുണ്ട്. അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് മുഅ്മിനായ മനുഷ്യന്റെ ഉപമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആടിക്കളയ്ക്കുന്ന തണ്ട് മെലിഞ്ഞതായ ചെടി, ആ ചെടി പോലെയാണ് മുഅ്മിനായ മനുഷ്യൻ. എന്താ? ഒരു കാറ്റ് വരുമ്പോൾ അങ്ങോട്ടാടും, രണ്ടാമത്തെ കാറ്റ് വരുമ്പോൾ ഇങ്ങോട്ടാടും. ഇന്ന് പനിച്ചു, നാളെ തലവേദനയായി, മറ്റന്നാൾ മുട്ടുവേദന. ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്ന് ഇങ്ങനെ കൊടുത്തെടുക്കും മുഅ്മിനാണെങ്കിൽ. അതേ സമയത്ത് മുഅ്മിനല്ലാത്തവരെ പന പോലെ അനങ്ങൂല. എന്നുവെച്ചാൽ ഒരു തളർച്ചയും ഒരു ക്ഷീണമില്ല. വീണേരം ഒന്നായിട്ട് മുറിഞ്ഞാടും ഒറ്റ കുതിരും. തിരുവഹദ്റത്തിലേക്ക് ഒരാൾ കടന്നു വന്നു. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് രോഗത്തിന്റെ കാര്യങ്ങളും മഹത്വങ്ങളും അങ്ങനെ പറഞ്ഞപ്പോൾ, എനിക്ക് നിങ്ങൾ ഈ സോക്കേട് എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നൊക്കെ പുറത്തു പോകുന്നത് നമ്മളിൽ പെട്ടവനല്ല. അപ്പോൾ സ്വത്തിലോ സമ്പത്തിലോ സന്താനങ്ങളിലോ ശരീരത്തിലായിട്ട് പരീക്ഷണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഈമാന് ബലം ഉണ്ടാവില്ല. അത് ശരിക്കാണ് വേണ്ടി വരുമ്പോഴേക്ക് അത് നീക്കാൻ വേണ്ടി നോക്കുക. ദ്വാന്റെ പട്ടികകളുണ്ടാവും. എല്ലാവർക്കും ദ്വാരം കൂടെ തൃപ്തിയാവില്ല. കാരണം ഒരു അറിഞ്ഞപ്പോൾ ദ്വാരം കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ ദുനിയാവിൽ ഒറ്റ ഹോസ്പിറ്റലും ഉണ്ടാവില്ല, നഴ്സുമാരും ഉണ്ടാവില്ല, ഡോക്ടർമാരും, അവർക്കൊക്കെ ജീവിക്കണ്ടേ. സർവ്വപാട് സുഖമാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഈ ഐഹിക ലോകം എന്ന് പറഞ്ഞാൽ ഭൗതിക ലോകം അങ്ങനെ ചെറിയ പരീക്ഷണ ലോകം. ഇതിന്റെ പേര് തന്നെ അങ്ങനെ. അതൊരു ഹിക്മത്തിന് യുക്തിയിലാണ് അള്ളാഹു തആല നിർത്തിയത്. ഈ ദാരിദ്ര്യം ഉണ്ടാവും. അവിടെ അള്ളാഹു പറഞ്ഞതാ, ഇന്നീ യുദബ്ബിറു ഖൽഖി, എൻ്റെ പടപ്പുകളെ ഞാൻ നിയന്ത്രിക്കുകയാണ്. നിങ്ങൾ എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കരുത്. അള്ളാഹു അറിയാം മനുഷ്യൻ ഞാൻ എന്നെ പഠിച്ചതാണ്, ഇതെല്ലാവരെയും സൃഷ്ടിച്ചു ഞാൻ. അപ്പൊ ഇതന്നെ നമ്മളിപ്പോൾ ഒരാളെ കണ്ടു പഠിച്ചവനെങ്കിൽ ഓനെ വേഗം സുഖമാക്കി കൊടുക്കണമെന്ന് പറയുന്നവരും, ഞാൻ ഉണ്ടാണ് എൻ്റെ ഇത്ര മുമ്പ് ഇത്ര ആൾക്കാർ അല്ല ഉണ്ടാക്കിയത്, ഓലൊക്കെ മരിപ്പിക്കുകയും ചെയ്യും, അടക്കം ഞാൻ കൂടിയിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം അല്ലാഹു തആല ഓരോരുത്തരെയും അവർക്ക് പറ്റിയതായ കാര്യങ്ങളിൽ കൂടെ നിയന്ത്രിക്കുന്ന അവരെ ഗുണങ്ങളതാ. ചില ആൾക്കാർക്ക് ദാരിദ്ര്യം പോകണം, ചിലർക്ക് കടം പോകണം, ചിലർക്ക് രോഗം പോകണം. അതിന് കൂടെയായിരിക്കും അല്ലാഹു തആല അവിടെ നന്നാക്കിയെടുക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി ഓരോരുത്തർക്കും അവരെ ഗുണകരമായ അവസ്ഥകൾ ചെയ്തുകൊണ്ടാണ് അല്ലാഹു നന്നാക്കുന്നത്. അതെല്ലാം അപ്പടി നീക്കണം എന്ന് കരുതരുത്. ചിലപ്പോൾ ആ പിന്തുണയിലായിരിക്കും ചിലപ്പോൾ ചില ഗുണങ്ങളുണ്ടാകും. അപ്പോൾ അതിന് നമ്മൾ ക്ഷമിക്കുക, അല്ലാഹു തആലയെ സ്മരിക്കുക, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുക.
ഇങ്ങനെ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക, ദിക്റിനെ വർദ്ധിപ്പിക്കുക, മറ്റ് ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാവണം. പറഞ്ഞതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടി തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ മക്കാമിൻ്റെ ഈ രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിലും കാര്യങ്ങളൊക്കെ വളരെ പ്രയാസത്തിലാണ്. കഴിഞ്ഞൊരു വർഷത്തെ തന്നെ ഒരുപാട് കടത്തില്ല. നിങ്ങളെ ഉസ്താദ് പഠിപ്പിക്കുന്ന ഉസ്താദ് തന്നെ 2 മാസമായി ശമ്പളം വാങ്ങിയിട്ട് അത് കൊടുക്കണമെങ്കിൽ വേറെയുള്ള കടം തീരണ്ടേ? അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നാട്ടുകാരായ നിങ്ങളിപ്പം മുഹമ്മദ് ഹാജി തങ്ങൾക്ക് ഇവിടെ അന്ന് ദീൻ നടത്തേണ്ട ഒരു ഉത്തരവാദിത്വമില്ല. മൂപ്പരോട് അള്ളാഹ് ചോദിക്കുകയില്ല, നമ്മളോട് ചോദിക്കില്ല. ഇവിടുത്തെ ദീൻ നടത്തേണ്ടത് ഇവിടുത്തെ നാട്ടുകാരാണ്. ഓരോരുത്തർക്കും ഉത്തരവാദിത്വം ഉണ്ടാവും. അള്ളാഹു തആലയുടെ ഹദറത്തിലേക്ക് സിറാത്തുൽ മുസ്തഖീമിലേക്ക് പോകുമ്പോൾ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ഒരാൾക്കും കടന്നു പോകാൻ കഴിയില്ല. ലിമ, നീ എന്തിനു ചെയ്തു? എന്ത് കാര്യവും സമ്പാദിച്ചതാണെങ്കിൽ പ്രവർത്തിച്ചതാ എല്ലാ കാര്യം എന്തിനു വേണ്ടി ചെയ്തു? അതിനെല്ലാത്തിൻ്റെയും കണക്ക് കൊടുക്കും. കൈഫ, എങ്ങനെ ചെയ്തു? ചെയ്താ പോരങ്ങി എങ്ങനെയാണ് ചെയ്തത്? അതിൻ്റെ രൂപം. ലിമൻ, ആർക്ക് വേണ്ടി ചെയ്തു? ഇവിടെ നമ്മൾ പല കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനായിരിക്കും. അള്ളാഹ് ചിലപ്പോൾ അതിൽ യാതൊന്നും ഉണ്ടാവില്ല. അള്ളാഹിനെ തൃപ്തി വരുത്താൻ വേണ്ടിയിട്ടല്ല, ആകാംക്ഷിച്ചിട്ടുമല്ല. അതാ ലിമൻ. ഈ 3 കാര്യങ്ങൾക്കും ഉത്തരം നൽകിയതിന് ശേഷമേ എല്ലാവർക്കും സിറാത്തുൽ മുസ്തഖീമിലേക്ക് അങ്ങോട്ട് കടന്നു പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇത്തരം കാര്യത്തിൽ ഇപ്പോൾ തന്നെ ഒരു സോക്കേട് വന്നു. ഉടനെ കരളിനാണ് തകരാറ്. എന്നാൽ 1.5 കോടി ഇപ്പം തന്നാൽ ശരിയാക്കി തരാൻ മാറ്റിവെക്കാൻ തരും. അപ്പം ഇനി 1.5 കോടിയില്ല 2.5 കോടി ഉള്ള വീട് പണയം വെച്ച് നമ്മൾ കൊടുക്കും. അതേ സമയത്ത് ഇവിടെ ദൂരെ നടക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ധർമ്മങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, രോഗത്തിൻ്റെ ഏറ്റവും വലിയ ഔഷധം സദക്കയാണ്. ഇങ്ങനെ നമ്മൾ 1.25 കോടി കൊടുക്കേണ്ടത് ചിലപ്പോൾ 10 രൂപ കൊണ്ട് കഴിച്ചാലുണ്ടോ? ഇങ്ങനെ നല്ലതായ ഒരു കാര്യത്തിലേക്ക് ചെലവഴിച്ചു, അതിൻ്റെ വർക്കത്ത് കൊണ്ട് ചിലപ്പോൾ തട്ടിപ്പോകുന്നുണ്ടോ? ആലിജൽ അംറാദ, രോഗങ്ങൾക്ക് നിങ്ങൾ ചികിത്സിക്കണം. ബി സദക്കത്തി നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് എല്ലാത്തിനും ദ്വാരക്കണേ. നമുക്ക് തന്നെ പണി ദ്വാരക്കരുത്. നിങ്ങൾക്കോ? എല്ലാവർക്കും വേണ്ടി ചോദിച്ചിങ്ങനെ ഇരുന്നാൽ മതി. നമുക്ക് ജീവിക്കണ്ടേ നാളേക്ക്? ഇതുണ്ടാക്കി കൊടുക്കല്ലേ വേണ്ടി. ചെയ്യേണ്ട കാര്യങ്ങൾ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക, ഒഴിക്കേണ്ടത് ഒഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഉള്ളതായ ഇന്ത്യയെ ചെലവഴിക്കാൻ അത്രയേ ഉള്ളൂ. ഇത്രയല്ലേ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. വാംഫിക്കു മിമ്മാ റസഖ്നാക്കും. കോടിയുള്ളോ മാത്രം കൊടുക്കണമെന്ന് അള്ളാഹ് പറഞ്ഞില്ല. അംഫിക്കു മിമ്മാ, നിങ്ങൾ തന്നേന്ന് കൊടുത്തോളി. 10 പൈസയാണ് ഒരാളെ ഉള്ളത്, അങ്ങനെ കൊടുക്കും. 10 റുപ്യ ഉള്ളത് അങ്ങനെ കൊടുക്കും. 10 കോടിയുള്ളത് അങ്ങനെ കൊടുക്കും. അപ്പോൾ 10 കോടിയുള്ള ആൾ 1 കോടി കൊടുക്കുന്നതും 10 രൂപ ഉള്ള ആൾ 1 രൂപ കൊടുക്കുന്നതും 10 നാണയമുള്ള ആൾ 1 നാണയം കൊടുക്കുന്നതും അള്ളാഹ് എടുക്കുന്ന സമ്മാനം. അള്ളാഹ് ഏറ്റവും വലിയ നീതിമാനാ. വേഗം തോന്നും, ഇന്ത്യയിൽ ഇപ്പോൾ 10 നാണയമുണ്ട്, ഞാൻ അതിലൊന്ന് കൊടുത്തു, എനിക്കിപ്പോൾ എന്താ കിട്ടുക? ഓനിപ്പോൾ 10 കോടിയുള്ളത് 1 കോടിക്ക് അള്ളാഹ് ഫലം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ തോന്നുകയാണ്. അതിന് അള്ളാഹ് പറയുന്നത് തന്നെ, ഓൻ്റെ ആ 1 കോടിൻ്റെ ഫലവും എൻ്റെ 1 നാണയത്തിൻ്റെ ഫലവും ഒന്നാണ്. അങ്ങനെ ഞാൻ പ്രതിഫലം കൊടുക്കുക. അപ്പം അതൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കുക. കച്ചവടത്തിൽ വർക്കത്തുണ്ടാവണം, തൊഴിലിന് എല്ലാം വർക്കത്തും ഉണ്ടാവലിങ്ങനെയാണ്. ഒലിപ്പുവെള്ളം കണ്ടില്ലെങ്കിൽ ഒലിപ്പുവെള്ളം ശുദ്ധിയായി നിൽക്കും. അതേ കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ വൃത്തിൻ്റെ അതാ പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ പോയിക്കൊണ്ടേ ഇങ്ങനെ നിൽക്കണം പോകേണ്ട കാര്യത്തിലേക്ക്.